നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, സഹായം തേടി. അതുണ്ടായത് തന്നെയാണ്. അപ്പൊ അള്ളാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തതാണ്. എവിടെ വൈരുദ്ധ്യം? ഇത് വൈരുദ്ധ്യമാണ് എന്ന് പറയുന്നവർ കഴിക്കുന്നത് ഭക്ഷണമാണോ എന്ന് പരിശോധിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, വൈരുദ്ധ്യം എന്താന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? മലയാള പദം പോലും ഇയാൾക്ക് അറിയില്ല. എന്നിട്ട് ഇയാളാണ് ഇപ്പൊ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്. AP അബ്ദുൽ ഖാദർ മൗലവി വേറെ പരമാത്മാവും ജീവാത്മാവുമാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. അയാൾ കഴിഞ്ഞാൽ പിന്നത്തെ ഗർജിക്കട സിംഹം ഇയാളാ. ഇപ്പൊ ഇയാളെ അവസ്ഥ. പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവി ഇപ്പൊ ഇയാളെ നേതാവ്. ഇയാൾക്കാണ് ഈ വയസ്സും പ്രായം തീരും വെച്ച്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞിരിക്കണ്. അതൊക്കെ ആപ്പിലയക്കണ് സഹോദരന്മാര്. ഈ ജാതി ദുർവ്യാഖ്യാനങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വില പോകൂല എന്നേ പറയാനുള്ളൂ സഹോദരന്മാരെ. പിന്നെ ഇയാൾ പറഞ്ഞത് സുന്നികളായ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന വിശ്വാസമാണ് എന്ന് അയാൾ പറഞ്ഞുകൊണ്ട് അയാൾ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഇത്രേ? നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹുവും ഒന്നെ, അതന്നെയാണ് മുഹമ്മദ് നബിയും, അതന്നെയാണ് മുഹ്യിദ്ദീൻ ശൈഖും. എവിടെ ഉള്ളത്? നിങ്ങളെ വഹദത്ത് മാലയിലുണ്ട്. പറയട്ടെ, അയാൾ പറഞ്ഞത് കേട്ടോളൂ നിങ്ങൾ. വഹദത്ത് മാല എന്നൊരു മാലയുണ്ട്. വഹദത്ത് തന്നെ ഒന്നാകൽ എന്ന അർത്ഥം കേട്ടോ. ഈ ഫരീദ് ബാബ ഈരാറ്റുപേട്ട എന്ന ഒരു തെക്കൻ കേരളത്തിലെ ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈരാറ്റുപേട്ട. അവിടെ ജീവിച്ച ഒരു ഫരീദ് ബാബ ഉണ്ടായിരുന്നു, ഒരു സൂഫിയായിരുന്നു. അയാൾ അക്ബരിയ തരീഖത്ത് എന്ന് പറയുന്ന ശൈഖുൽ അക്ബർ എന്നിവർ വാഴ്ത്തി പറയുന്ന ഇബ്നു അറബിയുടെ തരീഖത്തിലെ ഒരു ഖലീഫയായിരുന്നു. അയാൾ ഉണ്ടാക്കിയ വഹദത്ത് മാല. ആ മാലയിൽ എന്താ പറയുന്നത്? ആദി ഒളിവായ് അത് താൻ വെളിവായ് അത് പിന്നെ ആദമായി വന്ന് ലുഹൂറായി അംബിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. ആദി എന്ന് പറഞ്ഞ അള്ളാഹു, ഔവൽ, അത് ഒളിവായി, പിന്നെ അത് വെളിവായി, അത് തന്നെ ആദമായി വന്ന് ലുഹൂറായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ആദ്യമായിട്ട് ആദമായി വന്നത്. മാത്രല്ല അംബിയ ഔലിയ ആയി വന്ന് അവസാനം മക്കത്ത് അതു തന്നെ വന്ന് അമ്പിയാക്കളായും ഔലിയാക്കളായും ഒക്കെ വന്നതും ആ അള്ളാഹു തന്നെയാണ്. അവസാനം മക്കത്ത് വന്നതും ആ അള്ളാഹു തന്നെയാണ്. ഈ വഹദത്ത് മാലക്ക് നമ്മുടെ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് അദ്ദേഹം ഒരു വ്യാഖ്യാനം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മക്കത്തൊതിച്ച മുത്തൊളി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് മക്കയിൽ വന്നതും ആ അള്ളാഹു തന്നെയായിരുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തജല്ലിയാത്തുമായി ഇവർ പറയല് അതിന്റെ പ്രകടന സ്ഥാനങ്ങളാകുന്നു അമ്പിയാക്കൾ. അപ്പൊ ആദം നബി എന്ന് പറഞ്ഞാലും മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറഞ്ഞാലും മൊയ്തീൻ ശൈഖ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. സഹോദരന്മാരെ, സുന്നികളെ വിശ്വാസമാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത്? നമ്മളൊക്കെ വിശ്വാസം അള്ളാഹു എന്ന് പറഞ്ഞാലും മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞാലും റസൂൽ എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇത്രേ പടച്ചോനെ, സുന്നികളുടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ടാണല്ലോ ഈ അസംബന്ധവും ശുദ്ധ കളവും ഇയാൾ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. അങ്ങനെ ഒരു വിശ്വാസം സുന്നികളായ നമുക്കുണ്ടോ? ഒരിക്കലും ഇല്ല. പിന്നെ ഈ വഹദത്തു മാല എന്ന് പറയുന്ന മാല, അത് ഏറ്റെടുക്കേണ്ട ബാധ്യത ഒന്നും ഞങ്ങൾക്കില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് KVM പന്താവൂർ ഒരു പരിഭാഷ എഴുതിയിരിക്കണ്. അയാള് കള്ളത്തരീഖത്തിൽ പെട്ടിട്ട് എന്തൊക്കെയോ ഖുറാഫാത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചതാണ്. അയാളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, അയാളുടെ രചനകളിലുള്ള തകരാറുകൾ അറിയുന്നതിന് മുമ്പ് സുന്നി പ്രസിദ്ധീകരണത്തിൽ അയാൾ വലിയ എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അയാളെ രചന, അതിലുള്ള അബദ്ധങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ റിസാല വാരികയുടെ എഡിറ്റർ എന്റെ സുഹൃത്ത് മാളിയേക്കൽ സുലൈമാൻ സഖാഫി തൃശൂർ കോടതിയിൽ ഒരുപാട് തവണ പോകേണ്ടി വന്നിട്ടുണ്ട്. അറിയങ്ങൾ കഥ. അപ്പൊ KVM പന്താവൂർ കുറെ ഖുറാഫാത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കുറെ അസംബന്ധം എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി, ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അയാൾ കള്ളത്തൊരീഖത്തിൽ പെട്ടുപോയ ആളായിരുന്നു. അതുകൊണ്ട് അയാൾ എഴുതിയത് ഞങ്ങൾക്ക് ഒരിക്കലും തെളിവല്ല, രേഖയല്ല. ഇനി അയാൾ എഴുതിയ ഈ വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞ മാല ഇതാണ്. ഞാൻ ഈ മാല ഒന്ന് എടുത്തു നോക്കി. നമുക്കിപ്പോ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ അതിലുള്ള സംഗതി എന്താ, ഇയാൾ ഈ പറഞ്ഞത് എന്താ നോക്കണല്ലോ. അപ്പൊ നോക്കിയപ്പോ ഇയാൾ പറഞ്ഞ നുണയെന്ന് മനസ്സിലായി. ഇയാൾക്ക് മലയാളം അറിയില്ല എന്ന് മനസ്സിലായി. എന്താ കാരണം? അയാൾ പറഞ്ഞ വരിയതാ, ആദി ആദി ഒളിവായി അതു തൻ വെളിവായി അതു പിന്നെ ആദമായി വന്നു വെളിവായി അംബിയ ഔലിയ ആയി വന്നു വന്നു അവസാനം മക്കത്തതു തന്നെ വന്നു. ഇതാതിരുള്ളത്. ഇതിൽ പറയുന്നത് എന്താ? ആദി ഒളിവായി. ആദി എന്ന് പറഞ്ഞ ആള് പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടോന്നാവും. ആദി എന്ന് പറഞ്ഞ അള്ളാഹു. എന്താ അർത്ഥം വെക്കല്? ആദി എന്ന് പറഞ്ഞ അള്ളാഹു,
ആദി എന്ന് പറഞ്ഞ അള്ളാഹു. നല്ല അർത്ഥ. മലയാളം പോലും ഈ സാധുവിന് അറിയില്ല. ഇയാൾക്കൊക്കെ പടച്ചോനെ ആരെ ഡോക്ടറേറ്റ് കൊടുത്തതെന്നാ എനിക്കറിയാത്തത്. ഡോക്ടർ കെ സക്കരിയ സരായി ഇയാൾ. ഞാനൊരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം എന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചാണ്. കാരണം അതിന്റെ വില പോയി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു അല്ല എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. അതിന്റെ പ്രാഥമിക പരിപാടികളൊക്കെ ഞാൻ തുടങ്ങി വെച്ചിരുന്നു. പക്ഷെ ഇതിന്റെ വില പോയപ്പോ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. ആദി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കി ചങ്ങായി. അതിന്റെ അർത്ഥം ആദി എന്നാണ് ആദ്യത്തേത്. അള്ളാഹു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ എന്താ? ആദ്യ ഒളിവായി. ആദ്യം അള്ളാഹു സൃഷ്ടിച്ച ഒളിവ് റസൂലുള്ളാഹിന്റെ നൂറ്, അത് താൻ വെളിവായി. അതാണ് വെളിവായി. എന്നിട്ടോ അത് പിന്നെ ആദമായി വന്നു. ശരിയാണ്. ആദം നബിയിൽ ആ ഒളിവ്, ആ നൂറിനെ അള്ളാഹു നിക്ഷേപിച്ചു. അത് പിന്നെ ആദമായി വന്നു, വെളിവായി. വെളിവായിട്ട് എങ്ങനെ? അംബിയ ഔലിയ ആയി വന്നു. അംബിയാക്കളിലൂടെ ഔലിയാക്കളുടെയും വന്നു. അവസാനം മക്കത്ത് അതൂ തന്നെ ഉദിച്ചു. അതെ, അവസാനം അബ്ദുള്ള ആമിന ദമ്പതികളിലൂടെ ആ ഒളിവ് റസൂലുള്ളാഹിന്റെ നൂറ് ഉൾപ്പെടുന്ന ആ റസൂലുള്ള ജനിച്ചു എന്നപ്പതിന് പറഞ്ഞിട്ടുള്ളൂ. ഇതിനെയാണ് അയാള് സഹോദരന്മാര് ചിന്തിക്കണം. എന്ത് ഇത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്തത് നോക്കിങ്ങള്. മലയാളത്തിലുള്ള ബലാത്സംഗം അല്ലത്. അല്ലാതെ എന്താ ഞാൻ അതിന് പറയേണ്ടത്? ഇതിപ്പോ ഏറ്റെടുക്ക എന്താ? അയാൾക്കറിയാ ഇത് ഞങ്ങള് മറുപടി പറയില്ല. എന്താ പറയാതിരിക്കാൻ കാരണം? ഈ ജാതി മാലൊന്നും ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇയാൾ പറഞ്ഞത് എത്ര ശരിയുണ്ട് നോക്കാൻ വേണ്ടി നോക്കിയതാ. ഇതിന് വേറെ വല്ല അബദ്ധം ഉണ്ടെങ്കിൽ നമ്മളെ മേത്ത് കിട്ടും പാടണ്ട. ഞങ്ങളത് ഏറ്റെടുത്ത മാലയല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ കഥ. ഇത് ഇയാൾക്കൊന്നും നിങ്ങൾ ഈ കാര്യം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സുന്നികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും മുഹയ്യദ്ദീൻ ശൈഖും ഒന്നാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. ഞങ്ങളാണ് ഞങ്ങളെ വിശ്വാസം പറയേണ്ടത്. അത് KVM ഉണ്ടാവൂരല്ലോ. കള്ളത്തരീകത്ത് പെട്ടുപോയ ആളല്ലല്ലോ അത് പറയേണ്ടത്. അയാളെ എല്ലാ പുസ്തകത്തിലും അബദ്ധങ്ങളും തകരാറുകളുണ്ട്. വായിക്കുന്നവർ സൂക്ഷിക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇയാൾ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. സിദ്ദീഖ് മൗലിദിൽ ഒരു അബദ്ധം. റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കുന്നതും സിദ്ദീഖുൽ അക്ബറിനെ ഉന്നതമാക്കുന്നതുമായ ഒരു സംഭവമുണ്ട്. അതും നമ്മളെ പേരടിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, സിദ്ദീഖ് മൗലിദ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ മൗലിദാ. അതിന്റെ ആ കോപ്പിയിൽ ആരോ തിരിമറി നടത്തി ഈ ജാതി റസൂലുള്ളാഹിനെ കൊച്ചാക്കുന്ന ചില വരികൾ ആരോ കൂട്ടിച്ചേർത്തതാണ്. ആ കടത്തി കൂട്ടിയതല്ലാത്ത സിദ്ദീഖ് മൗലിദ് നമ്മളെ കയ്യിലുണ്ട്. അതിനിങ്ങനത്തെ സംഭവമില്ല. അപ്പൊ ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് നമ്മളെ വിശ്വാസം ഇതാണെന്ന് പറയണം. ഇയാള് നിഴലിനാ വെടിവെക്കണേ. അത് വേണ്ടല്ലോ, നേർക്കുനേരെ വെടിവെച്ചോ. ഞങ്ങൾ അംഗീകരിക്കണ മാലല്ലേ ഇവിടെ? മുഹ്യിദ്ദീൻ മാല, അരിഫാഴി മാല, മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, ആള് മുഹമ്മദ് മൗലിദ്, അതൊക്കെ പറയും. അതൊക്കെ അല്ലേ പറയേണ്ടത് സഹോദരന്മാരെ? അപ്പൊ അതുകൊണ്ട് ഈ ജാതി കഥ നമ്മുടെ മുമ്പിൽ വിലപ്പോവില്ല. പിന്നെ ഇയാള് പറയുന്നു മൗലിദിലുള്ള കുറച്ച് കള്ളക്കഥയും കൂടി ഞാൻ പറയാം. ഏതാ? ഇനി സുഹൃത്തുക്കളെ, മൗലിദിലുള്ള കള്ളക്കഥകളുടെ കുറച്ച് സാമ്പിളുകൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാണ്. ഒന്ന് ബദർ മൗലിദിലുള്ള ഒന്ന് നിങ്ങൾ കേട്ടോളൂ. വൻഹസമ 12 റജുലിൻ മിനൽ കുഫാരി യൗമ ബദർ വമുഇസത്തു യദിഹി. റസൂലുള്ളാഹിന്റെ കയ്യിലൂടെ വെളിപ്പെട്ട മുഇസത്തിൽ പെട്ടതാണ് ഹൈസു റമാമിന തുറാബ്. ബദർ യുദ്ധ ദിവസം അള്ളാഹിന്റെ റസൂല് ഒരു പിടി ചരൽക്കല്ലുവാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞു. ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൗമി അബ്സാറുഹും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. 12,000 കാഫിറുകൾ ബദർ യുദ്ധ ദിവസം തോറ്റോടി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത കാഫിറുകൾ എണ്ണത്രേ? 2ാം ക്ലാസ്സിലെ കുട്ടിനോട് വിളിച്ചു വെച്ചാൽ മനസ്സിലാവും. 313 മുസ്ലിമീങ്ങളും അതിന്റെ 3 ഇരട്ടിയോളം ഏതാണ്ട് 1000 വരുന്ന കാഫിറുകളും. 1000 പങ്കെടുത്തിനെങ്ങനെ 12,000 തോറ്റോടല്? അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിന്റെ വിവരം കൂടി ഇല്ലാത്ത പടുജായിലാണ് ഈ മൗലൂദ് എഴുതിയിട്ടുള്ളത്. 12,000 കാഫിറുകൾ തോറ്റോടി. മുമ്പേ നിങ്ങൾ അച്ചടിച്ചു വരുന്നതിലൊക്കെ ഉണ്ട്. ഇത് 2 ക്ലിപ്പ് ഒന്നാക്കിയതാണ്. ഇനി അത് നമ്മൾ ഇടക്ക് മുറിച്ചു എന്ന് പറയേണ്ട, ഉള്ളതാണ് പറഞ്ഞത്. അഞ്ച് വേറൊരു ക്ലിപ്പാക്കി വെക്കണ്ടെന്ന് എഴുതി. എന്താ പറഞ്ഞത്? നിങ്ങൾ മുമ്പേ അച്ചടിച്ചു വരുന്ന മൗലിദുകളിലൊക്കെ ഉണ്ട്. എന്താ ഉള്ളത്? എന്ന് പറഞ്ഞു. എന്നുണ്ട്. എന്താ അതിൽ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോ ശത്രുക്കളുടെ കണ്ണിലൊക്കെ പെട്ടു. അവർക്ക് കണ്ണിന് കാഴ്ച ഇല്ലാതെയായി. അങ്ങനെ ബദർ യുദ്ധ ദിവസം കുഫാറുകൾ 12,000 എഴുന്നേറ്റോടി, പിന്തിരിഞ്ഞോടി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് ആകെ എത്രയാളാ? 1000 ആളല്ലേ? പിന്നെ ഇത് ശുദ്ധ 2ാം ക്ലാസ്സിൽ പഠിക്കാത്ത പടുജായിൽ എഴുതിയതല്ലേ? അല്ല. എന്തുകൊണ്ട്? സുന്നികളായ ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ പഴയ കാലത്തുള്ള മൗലിദ് കിതാബിൽ നോക്കിയാൽ അങ്ങനെ കാണൂല. ഇത് വഹാബികൾ കടത്തിക്കൂട്ടിയതാണ്. എന്തിനു വേണ്ടി? ഇയാളെ പോലത്തോൾക്ക് സുന്നികളുടെ മേൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട്.
അത് ഞാൻ ഒരുത്തോളിൽ പറഞ്ഞപ്പോ മൗലവി പറഞ്ഞു, എന്നാ പഴയ കോപ്പി ഹാജരാക്ക്. അത് ഹാജരാക്കിന് കണ്ടോ, ഇത് പഴയ കോപ്പി. ഇതെന്നാ കോപ്പി എന്നറിയോ? ജാല മുഹമ്മദ് മൗലിദിലെ പഴയ കോപ്പി 1951 ഡിസംബർ മാസത്തിൽ അച്ചടിച്ച ജാല മുഹമ്മദ് മൗലിദിന്റെ മൗലിദ് കോപ്പിയാണ്. അതിലുള്ളത് എങ്ങനെയാണ്? ഇതിൽ കാണാം, ومعجزة يده حيث رمى من التراب فقال شاهت الوجوه فأعمى أبصارهم فانهزم 1000 رجل من الكفار يوم بدر. അപ്പൊ റസൂൽ അറിഞ്ഞപ്പോ 1000 കുഫാറുകൾ തോറ്റോടി. 12,000 ഇസ്നാശ്രാന്ന് അവിടാണ് കടത്തി കൂട്ടിയതാണ്. ഇസ്നാശ്ര 1000 റജുൽ, ഒരു ഇസ്നാശ്രാണ് കടത്തി കൂട്ടിയപ്പോ 12,000 ആയി. പഴയ മൗലിദിന്റെ കിതാബിൽ അങ്ങനെയില്ല. ഞാനത് പറയൂന്ന് കരുതിയിട്ടാ മൂപ്പര് പിന്നെ പറഞ്ഞത് എന്ത്, മുമ്പേ നിങ്ങൾ പ്രസിദ്ധീകരിച്ചു വരേണ്ട മൗലിദിൽ അങ്ങനെ ഉണ്ട്, മുമ്പേ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച മൗലിദിൽ അങ്ങനെ ഇല്ല. അതിലുള്ളത് 1000 കുഫാറുകൾ അതാ തോറ്റോടി എന്നാണ്. മറ്റത് ശുദ്ധ കളവാണ്. മൗലവിമാരുണ്ടാക്കുന്ന ഈ മുജാഹിദ്, നിങ്ങൾക്കറിയോ ഈ മൗലിദും മാലിം കുത്തുബിയത്തും തനി ശിർക്കാണ് കുഫറാണ് എന്ന് പറയും മുജാഹിദ് മൗലവിമാർ. ആകെ ബലം മാസ്റ്റർ പീസ് വിഷയമാണ് ഏതെന്നറിയോ? ഈ മൗലിദിന്റെ ഏട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഓരോ ദിവസം എന്റെ കുട്ടിക്കാലത്തൊക്കെ 66 വകയാണ് ഞാനൊക്കെ ഓതിക്കുന്ന മൗലിദ് കിതാബുകളുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ 77 വക, 99 വക, 101 വക. ഇപ്പൊക്കെ നോക്കുമ്പോ വകകൾ എണ്ണം കൂടി. 1111 വക, 2222 വക, 3333 വക, 4444 വക, 5555 വക, 6666 വക, 7777 വക. ഇങ്ങനെ അച്ചടിച്ചു വിടുക. ആരാത് അച്ചടിച്ചു വിടുന്നത്? ആരാ? സാക്ഷാൽ മുജാഹിദുകളായ, കണ്ടോ, CH മുഹമ്മദ് ആൻഡ് സൺസ്, തിരൂരങ്ങാടിയിലെ മുജാഹിദുകളുടെ കേന്ദ്രാണിത്. അൽ മുർഷിദ് പ്രസ് വേറൊരു കേന്ദ്രാണ്. അവിടുന്ന് ഇങ്ങനെ അടിച്ചു വിടിയല്ലേ മുജാഹിദിന്റെ മൗലവിമാര്. ഏത് മുജാഹിദുകളായി ഈ മാലിം മൗലിദൊക്കെ അച്ചടിച്ചു വിടുന്നത്. ഇതാണെങ്കിലോ ഭയങ്കര ശിർക്കും കുഫറും ആണ്. എന്നിട്ട് ഇത് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ടാണ് സുന്നികൾക്കെതിരിൽ ഇവർ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതാണ് ഇവർ വയറ് നിറച്ച് ഉണ്ണണത്. ഈ ശിർക്ക് വിറ്റ കാശ് ഇത്ര വയറ്റ് നിറക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, നമുക്കറിയില്ല. എന്നാള് ഞാനൊരു കുട്ടിനെ പറഞ്ഞു വെച്ചു, ഒരു 25 കുത്തുബിയത്തിന്റെ ഏടിന് വേണ്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ കുത്തുബിയത്തിന്റെ ഏട് പിന്നെ അങ്ങനെ ലോറിയിൽ കയറ്റി ഇങ്ങനെ അടിച്ചു വിടുക. ശിർക്ക് ഒന്നാകെ ഹോൾസെയിലായിട്ട് കയറ്റി വിടുകയാണ്. അപ്പൊ നമ്മൾ ഇതിന് ഒരു കുത്തുബിയത്തിന്റെ ഏടിന് വില ചോദിച്ചപ്പോ 2.5 ഉറുപ്പിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 25 ഒന്നിച്ചെടുക്കല്ലേ, ഒരു 50 പൈസ കുറച്ചിട്ട് ഈ 2 ഉറുപ്പിയൊക്കെ തരുമോന്ന് ചോദിച്ചു. 5 പൈസയും കുറയില്ല എന്നാ പറഞ്ഞത്. ശിർക്കിന് നല്ല കനത്ത വില തന്നെ, അതിൽ ഒരു 5 പൈസയും കുറയില്ല. ഇതാണ് തിരൂരങ്ങാടി പ്രസ്, അൽ മുർഷിദ് പ്രസ്. നിങ്ങൾ ഓർക്കണം, മുജാഹിദുകളുടെ അവിടുത്തെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണത്. എന്നിട്ട് സുന്നികളെ മേലാ വെച്ച് കിട്ടണത്. നിങ്ങൾ ഓർക്കണം, അവരിങ്ങനെ അച്ചടിച്ചു വിടുക. ചിലപ്പോ കാണും ഇസ്ലാസറാണ്, കുറച്ച് കഴിഞ്ഞാൽ കാണാം അത് വരണ്ടി കളഞ്ഞിട്ടുണ്ട്, വേറെന്തോ കാട്ടും. അത് ഞാൻ പിന്നെയും കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ. സഹോദരന്മാരെ, അത് അവരുടെ പരിപാടിയാ. ഇത് നമ്മൾ പറയുന്നത് സക്കരിയാക്ക് അറിയാം. അപ്പൊ അയാൾ അതിനാദ്യം തന്നെ പ്രതിരോധിക്കുകയാണ്. അയാൾ പറയുന്ന മറുപടികൾ കേട്ടോളൂ. അയാൾ ഇത് പറയട്ടെ, വെച്ചുകൊടുത്ത്. അപ്പം മുസ്ലിയാക്കന്മാര് പറയും, അതൊക്കെ നിങ്ങളെ തിരൂരങ്ങാടി CH പ്രസ് അടിച്ചു വെക്കുകയാണ്. CH പ്രസ് നടത്തുന്ന മുജാഹിദ് പള്ളിക്ക ജുമയക്കോല്. മുജാഹിദ് പള്ളിക്ക് അങ്ങനെ ആരൊക്കെ ജുമയക്കോലുണ്ട്? ഓലൊക്കെ മുജാഹിദാ. എന്താ മറുപടി? അപ്പൊ മുജാഹിദുകൾക്ക് അല്ല റാഹത്തായി. എന്ത് ശരി, അങ്ങനെയാണല്ലോ പറയേണ്ടതില്ലേ? ഓക്കെ. തിരൂരങ്ങാടി പോയിട്ട് ആൾ ഇത് പറയോ? തിരൂരങ്ങാടിയിൽ 6 കൊല്ലം മുമ്പ് ഞാനും ഇയാൾ കൂടി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ ആളോട് പറഞ്ഞു, ഈ ശിർക്കും കുഫറും പറഞ്ഞാ പോരാ, ഇത് അച്ചടിച്ചു വീണ കേന്ദ്രം നിങ്ങളെ ഇവിടെയാണ്, ഇത് പാടില്ല. ആ കാഹളൊന്ന് അങ്ങോട്ട് മുന്നിൽ വെച്ച് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഞങ്ങൾ ചോദിച്ചു. പിന്നെ ആളവിടെ വന്നിട്ടെന്നല്ല ആരെങ്കിലും വർത്താനം. അപ്പൊ സഹോദരന്മാർ, ഈ പറഞ്ഞ വർത്താനം ഈ CH-കാരും ഈ മാലിം മൗലൂദും അച്ചടിച്ചു വരുന്ന മുജാഹിദ് പ്രിന്റിംഗ് പ്രസ്സുകാർ, അവര് മുജാഹിദുകളല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? മൂപ്പര് പറയാ പോലെ മുജാഹിദ് പള്ളിക്ക് ജുമഴക്ക് വരല്. മുജാഹിദ് പള്ളിക്ക് ജുമഴക്ക് വരുന്ന വർത്താനല്ല ഞങ്ങൾ പറയണത്. അവർ മുജാഹിദുകളല്ല എന്ന് തിരൂരങ്ങാടിയിൽ പോയിട്ട് പറയാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ തിരൂരങ്ങാടിയുടെ അടുത്ത് ചെമ്മാട് 10-ലധികം വർഷം ജോലി ചെയ്ത ആളാ. എനിക്ക് നന്നായി അറിയാം. അവിടെ പരിസരത്തും അവിടെയുമുള്ള മുജാഹിദ് പ്രവർത്തനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതും അതിന്റെ കേന്ദ്രവും ഈ CH പ്രസ്സുകാരും ഈ മാലിം മൗലൂദും വിറ്റ് സുന്നികളെ ശിർക്കാരോപിക്കുന്ന മുജാഹിദുകളുമാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ നിന്ന് പറയാ ഒരു ജുമക്ക് പള്ളിക്കാ സുന്നി മുജാഹിദ് പള്ളിക്കാ പോലെ, അതുകൊണ്ട് പോലെ മുജാഹിദാവോ? വല്ലപ്പുഴയിലുള്ള ആളുകൾക്ക് ഇപ്പൊ കഥ അറിയില്ലല്ലോ. ഇവിടെയുള്ള മുജാഹിദുകൾ പാവം. അപ്പൊ താടിമൊന്നും ഇങ്ങനെ വേണ്ടിട്ട് റാഹത്ത് അങ്ങനെ തന്നെ. ഇതായി സഹോദരന്മാരെ ശുദ്ധ കളവാണ്. അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇയാള് പറയുന്നു, സുന്നികളിപ്പോ കാന്തപുരം ഗ്രൂപ്പ് ഇപ്പൊ തസ്ഹീഹാക്കി ഇറക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കേട്ടോളൂ.
ഇപ്പോ കാന്തപുരം ഗ്രൂപ്പുകൾ സഹിയാക്കി ഇറക്കിയ ഒരു മൗലിദ് കിതാബുണ്ട്. ഇങ്ങനെ മറുപടി അറിയാൻ പ്രയാസമുള്ളവർക്കൊക്കെ കട്ട് ചെയ്യുക. ഇത്നാസർ അൽഫു റജുലിൻ എന്നുള്ളവർക്ക് ഇത്നാസരൻ കട്ട് ചെയ്തു. അൽഫു റജുലിൻ 1000 ആളുകളും തോറ്റോടി, ഓലൊക്കെ കണ്ണും പോയി. അപ്പോഴോ ബദർ യുദ്ധത്തിൽ വന്നോലാരും പിന്നെ ഒക്കെ കണ്ണോട്ടന്മാരായിട്ടാ പിന്നെ മുസ്ലിമായത്. ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ ഭാഗത്ത് പങ്കെടുത്ത കുറെ ആള് പിന്നെ മുസ്ലിമായിട്ടില്ലേ? ഓലൊക്കെ തപ്പിത്തറിഞ്ഞ് വടിയും കുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നേ. അപ്പൊ അതും തിരുത്തു ഖുറാഫി, ഞാൻ അടുത്ത പതിപ്പിൽ അതും തിരുത്തിയ ആളാ. ആണ്ടോ? അപ്പൊ നമ്മള് മർക്കസിൽ നിന്ന് ഇറക്കിയ ഒരു സഹിയാക്കി ഇറക്കിയ മൗലിദ് കിതാബിൽ അതിൽ ഇസ്ലാശ്ര എന്നുള്ളത് ചുരണ്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് മറുപടി പറയാൻ വിഷമമുള്ളതൊക്കെ വെട്ടിക്കളയലാണ്. അല്ല മൗലവി, അത് നിങ്ങളെ പരിപാടിയാ. ഞങ്ങള് പഴയ കാലത്ത് 951 60 വർഷത്തോളം പഴക്കമുള്ള മൗലിദ് കിതാബിന്റെ കോപ്പി എടുത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ മുജാഹിദായ ഏതെങ്കിലും മൗലവിമാരോ മുജാഹിദുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം, നോക്കണത് ഉറപ്പുവരുത്തണം. ഇതിന്റെ കൊല്ലവും വർഷവും ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അതാ പഴയ ഏട്ടിലുള്ളത് അങ്ങനെ. അതുകൊണ്ടാ ഞങ്ങള് നിങ്ങളെ CH പ്രസിലും മുജാഹിദ് പ്രസിലും അച്ചടിച്ചതല്ല ഞങ്ങൾ പിൻപറ്റുന്നത്. പൂർവീകരെങ്ങനെ മൗലിദ് ഉണ്ടാക്കിയത് അതാ ഞങ്ങൾ അച്ചടിച്ചിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ മൂപ്പർക്ക് അറിയേണ്ടത് എന്താ? പഴമ അബുസാറവും റസൂല് കല്ലെടുത്തു എറിഞ്ഞു, അപ്പൊ പോലെ കണ്ണിന്റെ കാഴ്ച പോയി. ഓ, പിന്നെ ഓലൊക്കെ വടി കുത്തിപ്പിടിച്ചിട്ടേ വന്നിരുന്നത്. ചോദ്യം കേൾക്കുമ്പോ വലിയ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യമാണ്. ഈ സാധുവിനെ അറിയണ്ടേ? അഴമ അബുസാറഹു എന്ന് പറഞ്ഞാൽ കുരുടന്മാരായി എന്നല്ല. അഴമ എന്നുള്ള പദത്തിന് പല അർത്ഥമുണ്ട്. ഭാഷ ഇയാൾക്ക് അറിയോ? ഇരിക്കട്ടെ, മലയാളം തന്നെ അറിയാത്ത ഇയാളോട് ഞാൻ അറബി പറയണത്. സഹോദരന്മാരെ, അഴമ അബുസാർ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോ കുഫാറുകൾ മുഅ്ജിസത്തായിട്ട് കുഫാറുകളുടെ കണ്ണിലാണ് അത് ചെന്നു പതിഞ്ഞത്. വിശുദ്ധ ഖുർആൻ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഖുർആനിലുള്ള കാര്യ അതിനെ ഇയാൾ നിഷേധിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? കണ്ണിൽ വെട്ടുപോയാൽ നമുക്കറിയാം, കണ്ണിൽ മണല് വെട്ടുപോയാൽ അല്ലെ, മണ്ണ് വെട്ടുപോയാൽ എന്തുണ്ടാല് അപ്പൊ കണ്ണ് കാണുമോ? അപ്പൊ എല്ലാരും തിരുമ്പിടാ തിരക്കിലല്ലേ ഈ കാരണം. ഇതാണ് സംഭവം. അല്ലാതെ ഓരൊക്കെ പിന്നെ കുരുടന്മാരായി വടി കുത്തിപ്പിടിച്ചു പോയി എന്നല്ല. ചരിത്രം പഠിക്കണോടോ? ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആഫീസിൽ നിന്ന് കയറുന്ന ഷീറ്റിലുണ്ടാവൂല. സീറത്ത് ഇബ്നു ഹിഷാം നോക്ക്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രമുഖമായ ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാമിന്റെ ചരിത്രത്തിൽ കാണാം. അള്ളാന്റെ റസൂല് കണ്ടോ, സുമ്മ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ഹഫലതൻ മിനൽ ഹസ്ബായി ഫസ്തഖബല ഖുറൈശൻ ബിഹാ സുമ്മ ഖാല ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞു എറിഞ്ഞു റസൂലുള്ളാഹി. അതോ ഇതൊക്കെ ഞങ്ങളെ ഹദീസിന്റെ കിതാബിലും ചരിത്രത്തിലും ഉള്ളതാ. അതാ മൗലിദ് കിതാബിലുള്ളത്. കളവും നുണയും പറഞ്ഞതല്ല. അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ കണ്ണുപൊട്ടന്മാരായി കുരുടന്മാരായി എന്നല്ല ആഴമന്റെ അർത്ഥം. ആഴമക്ക് ഇത്രയേ അർത്ഥമുള്ളൂ. ഈ അർത്ഥം വെച്ചാൽ അതിന് കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എന്നാ അതാണ് അതിന്റെ ഉദ്ദേശം. അത് ഞങ്ങളാ പറയേണ്ടത്. ഞങ്ങളാണ് മൗലിദ് ഓതുന്ന ആൾക്കാർ. അതിന്റെ അർത്ഥം എന്താന്ന് പറയേണ്ടത് ഞങ്ങളാണ്. മുജാഹിദുമാര് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ ദുർവ്യാഖ്യാനത്തിൽ നിങ്ങളാരും പെട്ടുപോകരുത് സഹോദരന്മാരെ. പിന്നെ ഇയാള് മഹ്മൂദ് മാല എന്ന് പറയുന്ന മാലയിലുള്ള ഒരു കളവ്, ആ കളവിന്റെ അബദ്ധം ശക്തി കൊണ്ടാ ഞാൻ അത് എടുത്ത് ഉദ്ധരിക്കണോ. അയാൾ പറയുന്നു, നിങ്ങൾ കേട്ടോളൂ. എന്താണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 50ാമത്തെ മകനായി ആര് ജനിച്ചു? റസൂലുള്ള ജനിച്ചു എന്ന് മഹ്മൂദ് മാലയിലുണ്ട്. അത് കളവാകുന്നു. കേട്ടോളൂ. ഇനി കേട്ടോളിയും. ആദം നബിക്ക് 51 മകനായി അബ്ദുള്ള എന്നോർക്ക് ആമീന പെറ്റോവർ. ആദം നബി മുതൽക്ക് കൂട്ടിയ 50 മക്കള് പേരക്കുട്ടികൾ വന്നിട്ട് 51ാമത്തെ പേരക്കുട്ടിക്കാണ് ആര് ജനിച്ചത്? അള്ളാന്റെ റസൂൽ ജനിച്ചത്. അപ്പൊ ആദം നബിന്റെ കാലം കഴിഞ്ഞിട്ട് വെറും 5000 കൊല്ലം. ഓരോ പിതാമഹനും 100 കൊല്ലം ജീവിച്ചു എന്ന് കൂട്ടിയാൽ തന്നെയും 5000 കൊല്ലം. ആദം നബിയും മുഹമ്മദ് നബിയും തമ്മിൽ 5000 കൊല്ലം. മഹ്മൂദ് മാലയിൽ എന്താ ഉള്ളത്? ആദം നബിയുടെയും റസൂലിന്റെയും ഇടയിൽ 5000 കൊല്ലാന്ന് പറഞ്ഞിട്ടില്ല. ഞാത മഹ്മൂദ് മാല പാടാലോ. ആദം നബി 51 മകനായി അബ്ദുള്ള എന്നോർക്ക് ആമീന ഫറ്റോവർ. അള്ളാന്റെ റസൂലിനെ പറ്റി പറയാ. ആദം നബിക്ക് 51ാം മകനായിട്ടാണ്, അബ്ദുള്ള ആമിന എന്നവരുടെ മകനായിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വന്നത്. അപ്പൊ അയാളെ ചോദ്യം, ഓരോ വാപ്പക്കും ഓരോ പിതാവിനും 100 വർഷം കൂട്ടുക. ആരെ എന്നോട് കൂട്ടാൻ പറഞ്ഞത്? പൂർവികരായ ആളുകൾ 700, 800, 400, 500 വർഷം ജീവിച്ചവരാ. മൂപ്പരിവിടെ ആഫീസിൽ ഇരുന്ന് കൂട്ടുക. ഓരോ ബാപ്പാക്കും 100. അങ്ങനെ 100 കൂടുമ്പോ 5000. 5000 വർഷമുള്ളൂ. അതൊക്കെ ഒറ്റക്ക് അനുയായികളെ മുന്നിലിരുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കോ. അപ്പൊ ഇത് വല്ല കണക്കാണ്. ചരിത്രം പഠിക്ക്. ചരിത്രം അറിയില്ലെങ്കിൽ പഠിച്ചോ. ഞാൻ പറഞ്ഞുതരാ. സീറത്ത് ഇബ്നു ഹിഷാമാണ് എന്റെ കയ്യിൽ. ഇമാം ഇബ്നു ഹിഷാം തങ്ങൾ എഴുതിയ
വിശ്രുതമായ ചരിത്ര ഗ്രന്ഥമാണ്. സഹോദരന്മാരെ, ആ സീറത്ത് ഇബ്നു ഹിശാമിൽ റസൂലുള്ളാഹി തങ്ങളുടെ പരമ്പര പറയുന്നതിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ 51ാമത്തെ ആദം നബിയുടെ 51ാമത്തെ മകനായി ജനിച്ചതിതാ ചരിത്രത്തിലുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ വീക്ഷണത്തോടെ പരമ്പരയോടെ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പറയാ അത് മഹ്മൂദ് മലബറ ശുദ്ധ കളവാണ്. അപ്പൊ 5000 വർഷമല്ലേ ഉള്ളൂ. ആ വർഷം കൂട്ടിയ വർത്താനം മഹ്മൂദ് മലയിലില്ല, അത് മൗലവിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അത് ബിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെക്കുക എന്നേ പറയുന്നുള്ളൂ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കളുടെ വർഷം പറയാൻ വേണ്ടി മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അശ്ശജറത്തുൻ നബവിയ്യ ഫീ നസബി ഖൈറിൽ ബരിയ. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഓരോ വല്ലിപ്പമാരുടെയും കഥകൾ വിശദമായി എഴുതിയിട്ടുണ്ട്. ചില വല്ലിപ്പമാര് ജീവിച്ചത് 340 കൊല്ലം, ചിലവര് 450 കൊല്ലം. അതൊക്കെ ചരിത്രത്തിലുണ്ട്. അതൊന്നും ഇല്ലാതെ ഓഫീസിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോ വല്ലിപ്പ് 100 വർഷം ഇത് പണിക്കത് കുറുകല്യാണം കഴിച്ച മാതിരിയുള്ള ഒരു കണക്കാ മൂപ്പറ കണക്ക്. അതൊക്കെ അവിടെ നോട്ടി ഇയാൾ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കണക്കൂട്ടുക എന്നല്ലാതെ അത് പ്രമാണങ്ങളുമായിട്ട് ബന്ധമില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള വിഷയമാണ് മഹ്മൂദ് മാലയിലുള്ളത്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ചരിത്രമാണ് അത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഈ പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചരിത്രമാണ്, അതിൽ പ്രത്യേകമായിട്ട് നമുക്കറിയാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പൊ മഹ്മൂദ് മാലയിൽ പറഞ്ഞതിന് പ്രമാണമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാന മൗലിദിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു കളവുണ്ട്. എന്താണത്? യാമൻ തമാദ വജ്തറം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് പാപമോചനം തേടുന്നു എന്നാണ്. അത് ഒരു സ്ഥലത്ത് പറയുന്നത് റസൂലുള്ളാഹിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോന്നാ. നോക്കണം നിങ്ങള്, റസൂലുള്ളാഹിനോട് തൗബ. റസൂലുള്ള അവിടെ ഹറമിൽ ഇറങ്ങി താമസിച്ച റസൂലുള്ളാഹിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങിക്കോ. യാമൻ തമാദാ വജ്തറം തുബ്വതരിഫ് വർജുൽ കറം വലുദ് ബിമൻ ഹലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. യാമൻ തമാദാ വജ്തറം, തെറ്റുകളിൽ മുന്നോട്ട് പോയവനെ, തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവനെ, നീ കുറ്റം സമ്മതിച്ചോ, തൗബ ചെയ്തോ, അതുപോലെ തന്നെ ഔദാര്യം ആഗ്രഹിച്ചോ, ഹറമിലിറങ്ങി താമസിച്ച റസൂലുള്ളാഹിയോട് അഭയം തേടിക്കോ, അദ്ദേഹത്തിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. വനൂറുഹു അമൽ ബിലാദ്, അദ്ദേഹത്തിന്റെ പ്രകാശം നാടാകെ പരന്നിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിയിലേക്ക് തൗബ, പാപമോചന പ്രാർത്ഥന നബിയോട് നടത്താം. അയാൾ പച്ച കളവാണ് പറഞ്ഞിട്ടുള്ളത്. യാമൻ തമാദാ വജ്തറം തുബ്വതരിഫ് വർജുൽ കറം വലുദ് ബിമൻ ഹല്ലൽ ഹറം വനൂറുഹു അമൽ ബിലാദ്. ഇതിൽ റസൂലുള്ളാഹി തങ്ങളോട് തൗബ ചെയ്തോ എന്നുണ്ട് എന്ന നുണയാണ്, അതിലില്ല. യാമൻ തമാദാ വജ്തറം, കുറ്റത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നവനെ, തുബ്, നീ തൗബ ചെയ്തോ എന്നേ ഉള്ളൂ. റസൂലുള്ളാഹിനോട് തൗബ ചെയ്തോ എന്നതിലില്ല. വഅ്തരിഫ്, നീ നിന്റെ കുറ്റം സമ്മതിച്ചോ. വർജുൽ കറം, ഔദാര്യത്തെ ആഗ്രഹിക്കുകയും ചെയ്തോ. പിന്നെയാണ് പറയുന്നത് വലുദ് ബിമൻ ഹല്ലൽ ഹറം, ഹറമിൽ ഇറങ്ങിയ റസൂലുള്ളാഹി തങ്ങളോട് നീ അഭയം തേടിക്കോ. അത് സുബ്ഹാന മൗലിദിലുണ്ട്, അതിലൊരു തകരാറുമില്ല. അത് പണ്ഡിതന്മാരും ഇമാമുകളും ഒക്കെ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ്. അത് അദ്ദേഹം ആ റസൂലുള്ളാഹിനോട് തൗബ ചെയ്തോ എന്ന് സുബ്ഹാന മൗലിദിലുണ്ട് എന്ന് പറഞ്ഞത് കളവാണ്. പിന്നെതാ ഒരു ഫാത്തിമ മൗലിദ് എന്ന് പറഞ്ഞൊരു മൗലിദ്. ഫാത്തിമ മൗലിദ് എന്ന് പറഞ്ഞ മൗലിദിനെ നമുക്ക് ഏറ്റെടുക്കേണ്ടതില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിച്ച മൗലിദുകളിൽ പെട്ടതൊന്നുമല്ല. ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിൽ വേറെ വല്ല തകരാറുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളെ പെരടിയിൽ കെട്ടി വെക്കും വേണ്ട. അതിലൊന്നും ഒരു സംശയമില്ല, ഞാൻ അങ്ങനെ തന്നെ പറയാണ്. പക്ഷെ അയാൾ പ്രസംഗിച്ചപ്പോ ഒരു നുണ അയാൾ പറഞ്ഞു. ആ നുണ കേട്ടപ്പോ എനിക്ക് വല്ലാതെ രസമായി പോയി. എന്താണെന്നറിയോ? അയാൾ പറയുന്നു ഫാത്തിമ മൗലിദിലെ ഒരു വരിയുണ്ട്, അല്ലാഹു തആല തആല വ തആല വ തആല, പിന്നെ ഫാത്തിമ ബീവി എന്നുണ്ട്. അല്ലാഹു തആല ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ടാണ് അല്ലാഹു ഉന്നതനായത് എന്നുണ്ട്. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്നത്. ഫാത്തിമ മൗലിദിൽ ഒരു വരി എങ്ങനെയെങ്കിൽ അല്ലാഹു തആല വ തആല വ തആല, അല്ലാഹു തആല ബിരിളാ ഫാത്തിമ ബീവി. അല്ലാഹു ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു, ഔന്നത്യം നേടിയിരിക്കുന്നു ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട്. അല്ലെങ്കിൽ അള്ളാഹ് ഉന്നതനാകാൻ കഴിയുന്നു കണ്ടോ? ഫാത്തിമ ബീബി, ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട് അള്ളാഹു ഉന്നതനായിരിക്കുന്നു. സംഗതി ഉള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾ അങ്ങനെയല്ല. യർലല്ലാഹു ഫാത്തിമ ബീവീന, അള്ളാഹു ഫാത്തിമ ബീവിയുടെ പൊരുത്തപ്പെടട്ടെ. അതിൽ യർലാദിലോടത്തുള്ള യാഇന്റെ 2 പുള്ളിയിൽ ഒരു പുള്ളി ഇവര് വരണ്ടിക്കളഞ്ഞു. അപ്പൊ എന്തായി? ബിരിളാനായി. നോക്കണങ്ങൾ,
നോക്കണം, മുജാഹിദിന്റെ പണി നോക്കണം. എന്നിട്ട് സുന്നികളെ മേലിൽ മേക്കെട്ട് കയറിയാണ്. ഇതാണ് ഇവരുടെ തട്ടിപ്പ് സഹോദരന്മാരെ. എല്ലാ വിഷയത്തിലുള്ള തട്ടിപ്പ് ഇതാണ് സഹോദരന്മാരെ. പിന്നെ ഇയാൾ നേരെ തിരിഞ്ഞത് മുഹയ്യദ്ദീൻ മാലയിലേക്കാ. മുഹയ്യദ്ദീൻ മാലയിനെ പറ്റി പറയാ, എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. ഈ വരിയെ എടുത്ത അയാൾ പരിഹസിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ. മാത്രല്ല മുഹയ്യദ്ദീൻ മാല തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ തന്നെ കൊന്നു കളയുന്നതാണ്. ഭയങ്കര സഡൻ ആക്ഷനാ, പിന്നൊക്കെ വെച്ചക്കൂലെന്നാണ്. എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പഴേ കൊല്ലുന്ന നഞ്ഞി ഞാനെന്നോവർ. നഞ്ഞി എന്ന് പറഞ്ഞാ നമുക്ക് എല്ലാവർക്കും എന്താണ് നഞ്ഞി പറഞ്ഞ വിഷം. അപ്പോഴെ തന്നെ കൊല്ലും, പിന്നെ കാത്തിരിക്കൂല. ഞാനൊക്കെ എന്ന് തട്ടിപ്പോണ്ടെന്നറിയോ, എത്ര കാലം തട്ടിപ്പോണ്ട. പക്ഷെ ഇതിനിപ്പോ ഒരു വീര്യമില്ലാത്ത സാധനമായി മാറി. കാരണം ഇവർക്കെന്നെ വിശ്വാസമില്ലാതെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ ശക്തി തന്നെ ഞങ്ങൾ നടക്കുന്നത്, യാതൊരു സംശയമില്ല. പഴയ കാലത്ത് നിങ്ങൾക്കറിയോ, മുജാഹിദികളെ കേന്ദ്രമായ പുളിക്കലിലും അതുപോലെ തന്നെ ഈ എടവണ്ണയിലൊന്നും ഈ മാലി മൗലിദൊന്നും നടന്നിരുന്നില്ല. മുജാഹിദ് പറയും ഞങ്ങൾ പ്രവർത്തിച്ച് അങ്ങനെ മാറ്റം ഇങ്ങനെ മാറ്റം. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പണ്ട് പുളിക്കലിലും എടവണ്ണയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പടച്ചോൻ തോഫിക്ക് ചെയ്തിട്ട് അവിടെയും കൂടി ഈ മാലി മൗലിദ് ഓതാൻ തുടങ്ങി എന്നുള്ളതാണ്. നാളിപ്പോ എടവണ്ണയിൽ ഗംഭീരമായ ബുറുദ പരിപാടി ഞാൻ അവിടെ പ്രസംഗിച്ചു സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ശക്തിയും വീമ്പുകളൊക്കെ അവിടെ നിർത്തികളി. സംഗതി മുഹയ്യദ്ദീൻ മാല പറഞ്ഞതിൽ ഒരു തകരാറുമില്ല. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘമായ വരികളിൽ അവസാനത്തെ വരിയാണ്, എന്റെ വചനം അത് ശരിയല്ല, അത് മോശാണ്, അത് കള്ളത്തരമാണ് എന്ന് പറയുന്ന മുജാഹിദുകളുണ്ടല്ലോ, ഈ തരായ ആളുകളെ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. ഞാൻ അവരെ കൊന്നുകളയുന്ന വിഷമാകുന്നു എന്ന് മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞു. ഇവര് കരുതിയത് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അപ്പൊ തന്നെ സഡൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ മൂപ്പര് കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളമൊക്കെ പാടായിട്ട് അതിന്റെ അർത്ഥം എന്താ, ആളപ്പൊ തന്നെ പടി തീർന്ന് വീണ് പോകുന്ന. അങ്ങനെയല്ല. ആ മരണത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ, ആ മരണം എന്ന് പറഞ്ഞാൽ, ആ കൊല്ലല് എന്ന് പറഞ്ഞാൽ ആത്മീയമായ മരണമാണ്. ആത്മീയമായി നിങ്ങളൊക്കെ മരിച്ചിരിക്കുന്നു മൗലവിമാരെ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ കഥ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് തട്ടിപ്പോണതാ, എന്റെ കഥ കഴിഞ്ഞിട്ട് ഇതൊക്കെ തട്ടിപ്പോയിക്കണ്. ആത്മീയമായി ഈമാനികമായി എന്നോ തട്ടിപ്പോയിക്കണ്. അങ്ങോട്ട് ചെല്ലി അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. എന്നിട്ട് മൂപ്പര് പറയാം ഞാനൊക്കെ എപ്പോഴോ തട്ടിപ്പോണതല്ലേ. അതിന് ഭൗതികമായ മരണമല്ല ഉദ്ദേശിച്ചത്. നോക്കൂ നിങ്ങൾ, ഹദീസിൽ കണ്ടില്ലേ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ വലിയനോട് ആരെങ്കിലും ശാസ്ത്രവം വെച്ചാൽ, ശത്രുത വെച്ചാൽ, അവനെ കുറ്റം പറഞ്ഞാൽ, അവനെ മോശമാക്കി ചിത്രീകരിച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവരുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? അല്ലാഹു പറയാ, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു യുദ്ധം പ്രഖ്യാപിക്കാന്ന് പറഞ്ഞ ആള് പിന്നെ ജീവിക്കുവോ? എന്നിട്ട് എത്ര ആള് ഇവനെ പോലത്തൊക്കെ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ജാതി പുഴുക്കളെ പോലത്തെ പുഴുക്കൾ ഇവിടെ ജീവിക്കണില്ലേ? എന്നിട്ട് അല്ലാഹു വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ. എന്തിന്? നമുക്കറിയില്ലേ ഇവിടെ അല്ലാഹു ഇല്ല എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്, ദൈവനിഷേധികളായ ആളുകൾ അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്നവർ, ഔലിയാക്കളെ തെറി വിളിക്കുന്നവർ. അല്ല പറഞ്ഞതോ അങ്ങനത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? അല്ല യുദ്ധം പ്രഖ്യാപിച്ചാ പിന്നെ അള്ളാഹായിട്ട് യുദ്ധം ചെയ്ത് ആരെങ്കിലും ഇവിടെ രക്ഷപ്പെടുവോ? ഓൻ അപ്പൊ സഡൻ ആക്ഷൻ ആവൂലേ? എന്നാ അതല്ല അതിന്റെ അർത്ഥം. അപ്പൊ തന്നെ മരിക്കുന്നല്ല. ആ പറഞ്ഞതിന്റെ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അവന്റെ സൂഉൽ ഖാത്തിമയാകുന്നു, അവൻ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ് മരിച്ചു പോവുക. ഇതാ അതിന്റെ അർത്ഥം. അതായത് ആത്മീയമായി അവൻ മരിച്ചിരിക്കുന്നു, അവനെ കൊന്നിരിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് മൗലവിമാര് നിങ്ങളെപ്പോലത്തെ സകല മൗലവിമാരെയും മുഹയ്യദ്ദീൻ ശൈഖ് ആത്മീയമായി കൊന്നിട്ടുണ്ട്. യാതൊരു സംശയം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകാൻ മരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. അത്രേ പോയി പറയാൻ പറ്റുള്ളൂ സഹോദരന്മാരെ. പിന്നെ ഇയാൾ പറഞ്ഞൊരു വരി കൂടി ഞാൻ പറയാം. എന്താ? അല്ലാഹ് റിഫാഴി മൗലിദാണ് പിന്നെ ഇയാളെ വിഷയം. എന്താ റിഫാഴി മൗലിദിലുള്ളത്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഫി ഹാലത്തിൽ ബുഅദിറു കുന്തു ഉർസിലുഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ പലപ്പോഴും മദീനയിലേക്ക് വരാൻ കഴിയാറില്ല. ആത്മീയമായിട്ടാണ് ഞാൻ തങ്ങളുമായി ബന്ധപ്പെടാറുള്ളത്. പക്ഷേ ഇപ്പൊ ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു നബിയേ. അതുകൊണ്ട് തങ്ങളുടെ കൈ എനിക്കൊന്ന് മുത്തുമണക്കണം. തങ്ങളുടെ കൈയൊന്ന് എനിക്ക് തരണം നബിയേ.
റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ളാഹിന്റെ കൈ അവിടുന്ന് വന്നു കണ്ടു എന്നൊക്കെ നമുക്ക് റിഫായി മൗലിദിൽ കാണുന്നു. ഇയാള് പറയുന്നത് ശുദ്ധ കളവാണ്. കേട്ടോളൂ, ആള് പറയട്ടെ. ഇനി റിഫായി മൗലിദിലുണ്ട് ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുക തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹലറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹി ശഫതി. റിഫായി ശൈഖ് റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്നിട്ട് ഒറ്റ പാട്ടാ, ആ പാടിയതാണ് ഫി ഹാലത്തിൽ ബുഅദ് റൂഹി കുന്തു ഉർസിലുഹ. വിദൂര സ്ഥലത്തു നിന്നൊക്കെ ഞാൻ എന്റെ റൂഹിനെ അയക്കലാണ് സാധാരണ പതിവ്. ഞാൻ നേരിട്ട് മദീനത്തേക്ക് വരലില്ല, റൂഹിനെന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ നാട്ടിൽ കുത്തിരിക്കലാണ്. റൂഹ് പോയാ പിന്നെ ആള് മയ്യത്തായില്ലേ? ഇയാൾക്ക് റൂഹാനിയ ഒരു റൂഹ് മദീനത്തേക്ക് അയച്ച് മറ്റേ റൂഹ് ഉണ്ടായില്ലെങ്കിൽ നടക്കല? അതൊന്നും ഖുറാബി ചോദിക്കൂല. എന്റെ റൂഹിനയക്കും, റൂഹ് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ കുത്തിമടത്തിട്ട് നാട്ടിൽ തന്നെ തിരിച്ചു വരും. എന്നാൽ വഹാദിഹി നൗബത്തുൽ അസ്ബാഹി, ഇത് ഞാൻ ഉടനോട് വന്ന സന്ദർഭമാണ്, അതുകൊണ്ട് റസൂലെ കൈ രണ്ടും നീട്ടിയാട്ടെ. അപ്പൊ ഖബറിന് രണ്ട് കൈയും പുറത്തു വന്നു. എന്റെ ചുണ്ടുകൾ ആ തൃക്കൈകളൊന്ന് മുത്തിമണത്ത് സന്തോഷം കൊള്ളട്ടെ, ഭാഗ്യമടയട്ടെ. അങ്ങനെ മുത്തിയെന്നും ആയിരങ്ങളെ നോക്കി നിന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ കളവ് തിരില്ല. റിഫായി മൗലിദിൽ എത്രയുള്ളൂ, റസൂലുള്ളാഹി തങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോ കൈ വന്നു, മുത്തിമണത്തു എന്നല്ലാതെ ആയിരങ്ങൾ നോക്കി നിന്നു എന്ന് മൗലിദിന്റെ കിതാബിലില്ല. അത് ശുദ്ധ കളവ. സാധാരണ ഒരു സത്യത്തിന്റെ കൂടെ രണ്ട് നുണയെ പറയാനുള്ളത്. ചിലപ്പോൾ ഒരു നുണ അയാൾ പറഞ്ഞിട്ടുള്ളൂ, ഏതെങ്കിലും അല്ല അതിന്റെ മുമ്പ് ഒരു നുണയും കൂടി പറഞ്ഞപ്പോ രണ്ട് നുണ ശരി തന്നെയാണ്. എന്താ, ഞാൻ രണ്ട് റൂഹ ഇരിക്കുന്നുണ്ട്, ഒരു റൂഹിന് അങ്ങോട്ട് ഇവിടുന്ന് ഒരു റൂഹിന് ഇവിടെ വെക്കലാന്ന് ചോദിച്ചില്ലേ? അങ്ങനെ കളവപ്പ രണ്ടാണ്. സാധാരണ ഒരു സത്യവും രണ്ട് കളവും അയാൾ പറയാറുള്ളത്. അതിലാണ് ഇതും പെടുന്നത്. സഹോദരന്മാരെ, ആയിരങ്ങൾ കണ്ടു എന്നൊന്നും ഇതിലില്ല. ഉള്ളതല്ലേ പറയേണ്ടതുള്ളൂ. ഉള്ളത് പറഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ പറയാനില്ലേ? എന്തിനാ ഇല്ലാത്തത് പറയുന്നത്? എന്നാ സഹോദരന്മാരെ, എന്താണ് ഇതിൽ പറയുന്നത്? അപ്പൊ ഇയാൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ഉണ്ട്. എന്താ, രണ്ട് റൂഹിനെ വിടുകയായിരുന്നോ? ഇതൊന്നും ഖുറാബി ചോദിക്കാറില്ല. ഞങ്ങൾ സുന്നികളെ കുറിച്ചാണോ നിങ്ങൾ ഖുറാബി എന്ന് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്കത് ചോദിക്കേണ്ടതില്ല. കാരണം ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാം. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي. ഞാൻ ആത്മീയമായിട്ടായിരുന്നു നബിയെ തങ്ങളുമായി ബന്ധപ്പെടാറുള്ളത് എന്നതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അർത്ഥം വെച്ചപ്പോ അതിന് റൂഹാനില്ല ഉണ്ട് എന്ന് വരൂല, ഈ പറഞ്ഞ നിസ്കാരം ഒന്നും വരൂല. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ, അത് പച്ചക്കള്ളാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല ആണ് പറയുന്നേ. അതിന് രേഖയൊന്നുമില്ല. നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. അത് ഇല്ലാന്നുള്ളതിന് രേഖ എന്താ? ഒന്നും രേഖയില്ല. അത് നുണയാകുന്നു. മൗലവിയുടെ തൊള്ളയാണ് അതിന് രേഖ. അത് നമ്മളെ വീട്ടിലുള്ള ഭാര്യമാരോട് പോയിട്ട് പറയാമെന്നല്ലാതെ മുസ്ലിം സമുദായത്തോട് പറയണോ? ഹാഫിദ് ജലാലുദ്ദീൻ ഖാതിമത്തുൽ ഹുഫാദ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ വിശ്രുതമായ അൽ ഹബീബുൽ ഫതാവ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഇതേ സംഭവം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജ സയ്യിദി അഹ്മദ് റിഫായി ഫലമ്മാ വഖഹ തിജാഹൽ ഹുജ്റത്തി ശരീഫ, റസൂലുള്ളാഹിന്റെ ഹുജ്റ ശരീഫിന്റെ ഭാഗത്തെത്തിയപ്പോൾ അൻഷദ, അവിടുന്ന് ചൊല്ലിപ്പോയി, حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي എന്ന് തുടങ്ങിയ വരി ചൊല്ലിയപ്പോൾ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈ വന്നു. അത് മുത്തുകയും ചെയ്തു. അപ്പൊ ഇയാൾക്കാർ ഇത് എങ്ങനെ ഉണ്ടാകുക? ചങ്ങാതി, അതിനാ കറാമത്ത് എന്ന് പറയാ. എങ്ങനെയെന്ന് അറിയാത്തതിനാ കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറയാ. അമ്പിയാക്കൾക്കാണെങ്കിൽ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും, ഔലിയാക്കൾക്കാണെങ്കിൽ അതിനാ കറാമത്ത് എന്ന് പറയാ. അംറുൻ ഖാരിഖുൽ ലിൽ ആദത്തി എന്ന കറാമത്തിന്റെ നിർവചനം തന്നെ. അതായത് അസാധാരണമായി സംഭവിച്ചത്. ഒരാൾ വാതിലുറന്ന് പാലൽ വന്നു, അപ്പൊ കയ്യിന് തന്നു മുത്തി. അതിലൊരു അസാധാരണത്വമില്ല, അത് സാധാരണ ഉള്ളതാ. എന്നാൽ അസാധാരണമായിട്ടുണ്ടാകുന്നതിനാണ് കറാമത്ത് എന്ന് പറയാ. അപ്പൊ അങ്ങനെയുള്ള സംഭവം അത് കറാമത്താണ്. അത് ഞങ്ങൾ റിഫായി മൗലിദിന്റെ ആളുണ്ടാക്കിയതല്ല. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് 10ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് KM മൗലവി തന്നെ രേഖപ്പെടുത്തി വെച്ച വ്യക്തിയാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ്. അവരുടെ ഗ്രന്ഥത്തിലാണ് ഇതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ. പിന്നെ ഇയാള് മുഹയ്യദ്ദീൻ മാലയുടെ പേരിൽ ഒരു വലിയ കളവ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ?
ഒരു മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ്, ആ മുരീദ് മരണപ്പെട്ടപ്പോ അയാളുടെ ഭാര്യ ചെന്നിട്ട് പറഞ്ഞു ഷെയ്ഖിനോട്, നിങ്ങളെ എന്റെ ഭർത്താവിന്റെ റൂഹ് തിരിച്ചു തരാൻ വേണ്ടി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളോട് ആവശ്യപ്പെട്ടു, മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അംഗീകരിച്ചില്ല. അപ്പൊ കൊട്ട തട്ടി, ആ കൊട്ടയിലാണ് സർവ്വ റൂഹും ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ റൂഹും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് സംഭവം ഒന്ന് പറഞ്ഞു കേൾക്കുന്നത്. വലിയ ഒരു ഹാദിം മൗത്തായ സങ്കേതം അവരെ സബുജത്തിൽ വന്ന് പറഞ്ഞാരെ, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരേണം എന്ന് മാലക്കുൽ മൗത്തോട് കേട്ടോവർ. തനിയോൻ ദാരുളാൽ കൂടി തരയങ്ങീനെ താരും ഞാനെന്ന് മാലക്കിനാവിണ്ടോവർ. നവിൽ കേട്ട് കയ്യെല്ലാം ചീടിത്തുള്ള ജംബീലൈ വേഗം പീഡിത്ത് പാടിത്തോവർ. ജംബീല എന്ന കൊട്ട അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. അന്ത കൊട്ട പറഞ്ഞ കുറച്ച് തമിഴ് നമ്മളീ ഭാഗത്ത് ആരോ കൂടി ഉണ്ടായിരുന്നു. അന്ത കൊട്ട ഞങ്ങളും പറഞ്ഞ ഈ ഭാഗത്ത് ഏതോ ഒരാൾ കൂടിയിട്ടുണ്ട് തന്നെ ഞങ്ങളും തോന്നുന്നത്. കാരണം സുന്നികൾ ചെല്ലണ മുഹ്യിദ്ദീൻ മാലയിൽ ഇതുണ്ടോ? നിങ്ങൾ പറയും. അല്ലാ തിരിഫേറും സ്തുതിയും സലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ എന്ന് തുടങ്ങുന്ന ഖാളി മുഹമ്മദ് രചിച്ചിട്ടുള്ള മുഹ്യിദ്ദീൻ മാല ഉണ്ടല്ലോ, അതിൽ ഈ വരി ഒന്ന് കാണിച്ചു തരട്ടെ. ഞാനിത് കുറെ തപ്പിയിട്ട് കണ്ടില്ല. ഇവിടെ മുഹ്യിദ്ദീൻ മാല ഇതില്ലല്ലോ, എന്താണ് ഇയാൾ ഈ പറയണത്? അങ്ങനെ ഞാൻ വേറൊരു ബുക്ക് തപ്പി. അതേതാ ഈ ജാതിയൊക്കെ ഉണ്ട്, ഒരു ബുക്ക് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് മൗലവി രചിച്ച പുസ്തകമാണ് ഇസ്ലാമിലെ ഇത്തിക്കണ്ണികൾ എന്നിട്ടൊരു പുസ്തകം. ഇവരുടെ നേതാവാ മുജാഹിദിന്റെ. അതിൽ തട്ടിയോ അതിൽ നോക്കിയപ്പോ ഇതിലുണ്ട്. ഏത് ആ വരി ഇതിലുണ്ട്. അപ്പൊ ഇതിനാണ് ഇവരിതൊക്കെ പകർത്തിറത്ത് എനിക്കറിയാം. അതിലുണ്ട് എന്താ ഒലിയോരോ ഹദിമാവൂത്തായ സങ്കടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരേണം എന്ന് മാലക്കുൽ മൗത്തോട് കേട്ടോ. തേങ്ങാപ്പുളി അസല എന്താ ഇത്? നമ്മളെ മുഹ്യിദ്ദീൻ മാലയുടെ രീതി ഇങ്ങനെയാണോ? അതിന്റെ ശൈലി ഇങ്ങനെയാണോ? സഹോദരന്മാരെ, ഇത് സുന്നികളായ നമ്മുടെ മുഹ്യിദ്ദീൻ മാല നമ്മൾ അംഗീകരിക്കുന്ന മാലല്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള മാലയിക്കാർ അതിനൊന്നും ഞങ്ങൾ എതിർപ്പില്ല. ഇപ്പൊ മുജാഹിദിന് ഒരു മാല ഉണ്ടായിക്കൂടെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ? അങ്ങനെ പലർക്കും ഉണ്ടാവാലോ. അപ്പൊ ഞാൻ പറയുന്നത് അതല്ല, ഇത് നമ്മൾ ഓതുന്ന ഖാളി മുഹമ്മദ് രചിച്ചിട്ടുള്ള കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ എന്ന് പറഞ്ഞ ഖാളി മുഹമ്മദ് ഉണ്ടല്ലോ, അവർ രചിച്ചതല്ല. അവർ ചൊന്ന വൈത്തുന്നും ബഹ്ജാ കിതാബുന്നും അങ്ങനെ തെക്കുമീല തന്നിന്നും കണ്ടോവർ. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കുമ്മ ലക്ക് പറഞ്ഞോവർ. എന്റെ വാചനത്തെ പൊയ്യൊന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ എന്നൊക്കെയുള്ള മുഹ്യിദ്ദീൻ മാല ഉണ്ടല്ലോ, അതിൽപ്പെട്ടതല്ല. പിന്നെ ഇപ്പൊ നമ്മളതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ആരോ രചിച്ചെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയും അല്ല. അതുകൊണ്ട് ആ കഥ ഇവിടെ പറയണ്ട. പിന്നെ വളരെ രസാവഹമായ ഒരു കാര്യമാണ് ഇയാൾ പറയുന്നത്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ റബ്ബാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട്. കേട്ടോളൂ. അയാൾ മഹ്മൂദ് മാലയിലെ ഒരു വരി ചൊല്ലുന്നു. കേട്ടോളൂ നിങ്ങൾ. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബാക്കുന്ന മറ്റൊരു വരി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ. മീമറ്റെ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ വീണ്ടും ആയിനാറ്റെ അറബി ഞാൻ എന്നോവർ. അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ, അറബി എന്നെഴുതിയിൽ അയിന് പോയ റബ്ബാണ് ഞാൻ. അതിന് പേരോടും അലവിയും ഒക്കെ ഇപ്പൊ ഒരു പുതിയത് കണ്ടെത്തിന്. അത് മീം ഉറ്റേന്നാണ് മൗലവി, മീമുള്ള മുഹമ്മദ് എന്നാണ്, അയിനുള്ള അറബി എന്നാണ്. നോക്കുമ്പോ മർക്കസ് എന്ന് സഹീഹാക്കി അബ്ദുൽ അസീസ് സഖാഫി പ്രകാശനം ചെയ്ത 300 ചില്ലാനത്ത് മൗലിദ് കിതാബിലുള്ളത് മീം അറ്റേന്നാണ്. അങ്ങനെയാ മുമ്പുള്ളതും മീമില്ലാത്ത. അത് നുണയാണ്, ശുദ്ധ കളവാണ് ആ പറഞ്ഞത്. മർക്കസ് എന്ന് സഹീഹാക്കി അസീസ് സഖാഫി പുറത്തിറക്കിയെന്ന് പറഞ്ഞാൽ 100% പ്യൂർ കളവുകളാണ്. ഇതൊക്കെ കളവല്ലേ ഇതുവരെയും പറഞ്ഞത്. അത് കുറച്ചുകൂടി ശക്തിയായ കളവാണ്. എന്താ കാരണം എന്നറിയോ? അബ്ദുൽ അസീസ് സഖാഫി അങ്ങനെ സഹീഹാക്കി ഇറക്കിയിട്ടേ ഇല്ല. അയാളുടെ പരിചയക്കാരനായ ഒരു വ്യക്തിയുണ്ട്, തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾ. അയാൾ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, കുറെ മൗലിദുകൾ ഒരുമിച്ച് കൂടി ഒരു മൗലിദ് കിതാബ് കൊടുത്തു കൊടുത്തു, ഇതൊന്ന് പ്രകാശനം ചെയ്യണമെന്നാണ്. അയാൾ ഒരു മൗലിയരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ അയാൾ പ്രകാശനം ചെയ്തു.
അയാളിപ്പോ പ്രകാശനം ചെയ്യാൻ വരുമ്പോ സഹോദരന്മാരെ മൗലിദ് കിതാബോ അല്ലെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുജാഹിദുകൾ രചിച്ചതല്ലോ, ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പോ നമ്മൾ ഹുസ്നുകളല്ലേ അവരെ കുറിച്ച് ഉണ്ടാകുക, താറാറൊന്നും ഉണ്ടാവില്ല. ഇത് തല മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയിട്ടാ പ്രകാശനം ചെയ്യൽ. ഇയാളെ തലയിൽ ഒന്നുമില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേദിക്ക് വരുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ പ്രകാശന കർമ്മണ്ടല്ലോ, പ്രകാശനം ചെയ്യുന്ന ആളുകളൊക്കെ പാണക്കാട് ശിഹാബ് തങ്ങള്, ഖലീൽ തങ്ങള്, അതുപോലെ ഉള്ളാദ് തങ്ങള് പാപ്പ, ഇവരൊക്കെ പ്രകാശനം ചെയ്യുമ്പോൾ അതൊക്കെ ഒന്നാമത് ആദ്യം മുതൽ അവസാനം വരെ മറിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യും, പ്രകാശനം ചെയ്യും. അല്ല, അത് നല്ലൊരു ഗ്രന്ഥാന്ന് കേൾക്കുമ്പോൾ നമ്മളത് പ്രകാശനം ചെയ്യും എന്നതുപോലെ ഈ അബ്ദുൽ അസീസ് സഖാഫിയുടെ കയ്യിൽ കൊണ്ടുവന്നു, മൂപ്പർ അത് പ്രകാശനം ചെയ്തു. ഈ ബുക്ക്സ്റ്റാളിന് പ്രചരണമല്ല ഉദ്ദേശിക്കുക, ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുത്തു. ഇതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് അബ്ദുൽ അസീസ് സഖാഫി മർക്കസിൽ നിന്ന് സഹിയാക്കി പുറത്തിറക്കിയത് ശുദ്ധ നുണയാണ്, 100% വെള്ളം ചേർക്കാത്ത നുണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇരിക്കട്ടെ, അയാൾ പറഞ്ഞത് എന്താ അത് ബാക്കി കൂടി പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറയാം. മീം ഉള്ളതാണെങ്കിൽ മീം മാത്രം എന്താ ഉള്ളത്? അഹമ്മദിൽ അംസില്ലേ, ഹാ ഇല്ലേ, ദാലില്ലേ, ഒരു മീമ് മാത്രം. മീമുള്ള അഹമ്മദ്, അംസുള്ള അഹമ്മദ് എന്താ പറയുന്നത്? മീമ് ഇല്ലാതാ പിന്നെ അഹമ്മദാവോ? ഏയ്, സറന്ദീപ് മൗലീദില് പാട്ടായിട്ടും പ്രസംഗമായിട്ടും ഉണ്ട്. പ്രസംഗമായിട്ടുണ്ട്, മൗലീദില് പ്രസംഗമാണല്ലോ. എന്തോ ആവട്ടെ. ബിസ്മിഹി അൽ മീമ, അള്ളാഹു തന്റെ പേരിനോട് മീമിനെ ചേർത്തി. ഫസാറ അഹമ്മദ് മഹ്മൂദൻ, അപ്പ അഹമ്മദായീന. നോക്കണം നിങ്ങള്, അഹമ്മദിലെ മീമ് പോയ അഹദ്, അഹദിന് മീമ് ചേർന്നാൽ അഹമ്മദ്. ഇങ്ങനെ അള്ളാഹും റസൂൽ ഒന്നാണെന്ന് പറയുന്ന തികഞ്ഞ അദ്വൈതവാദമാണ്. തികഞ്ഞ അദ്വൈതവാദമാണ്. നോണ പറയാ, ശുദ്ധ നോണ. സഹോദരന്മാരെ, അത് ചാലിയത്ത് ഞങ്ങൾ പറഞ്ഞ് ഏറ്റുമുട്ടി മൂപ്പരിപ്പോ കുഴങ്ങിയിരിക്കുകയാണ്. അതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ പറഞ്ഞത്. എന്താണെന്നറിയോ, നേരത്തെ പറഞ്ഞതുപോലെ മഹ്മൂദ് മാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്. അതിൽ റസൂലുള്ളാഹിനെ പറ്റി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മീമുറ്റ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, മീമുള്ള അഹമ്മദാണ് ഞാൻ. വീണ്ടും അയിനുറ്റ അറബി ഞാൻ എന്നോവർ, അയിനുള്ള അറബിയാണ് ഞാൻ. ഇതാണിപ്പോ മഹ്മൂദ് മാലയിൽ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാര് ചിന്തിക്കണം. അപ്പൊ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? മഹ്മൂദ് മാലക്കാരൻ പറയുന്നു അഹമ്മദിൽ നിന്ന് മീമ് പോയ അഹദാണ് ഞാൻ എന്ന്. ആര് പറയുന്നു? മഹ്മൂദ് മാലക്കാരൻ പറയുന്നു. അറബി എന്നതിൽ നിന്ന് അയിന് പോയ റബ്ബാണ് ഞാൻ എന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഇയാൾ ഡോക്ടറാണല്ലോ, അറബി ഇയാൾക്ക് അറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, അഹമ്മദ് എന്നതിൽ നിന്ന് മീമ് പോയ അഹദ് എന്നാണോ പറയാറുള്ളത്? നിങ്ങൾ ചിന്തിക്ക്. അതിന് മീമാണ് പോകട്ടെ, മീമാണ് പോയ എന്താ ഉണ്ടായ? അല്ലേ? എന്നാണോ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അഹദ് എന്നാണോ? അല്ല. നിങ്ങൾ ഞാൻ എഴുതി കാണിച്ചു തരാം, കണ്ടോളും. നിങ്ങൾ സംശയമുള്ളവരൊന്ന് നോക്ക്. അഹമ്മദ് കണ്ടോ? ഇതാണ് ഇപ്പൊ ഉള്ളത്. ഇതിൽ നിന്ന് മീമാണ് പോയാൽ എങ്ങനെ വരിക? വെച്ചുകൊടുത്ത അതോ എന്താ അതിന്റെ അർത്ഥം? എന്നല്ല, ഇതിന്റെ അർത്ഥം അള്ളാഹു ആണെന്ന് അർത്ഥമുണ്ടോ? ഇനി പോകട്ടെ, അറബി എന്നതിൽ നിന്ന് അയിന് പോയ റബ്ബാണ് എന്ന് മഹ്മൂദ് മാലക്കാരൻ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, അറബി എഴുതി കൊടുക്കെ. നമ്മളൊരു ഗതികേട് നോക്കി. നിങ്ങൾ മുജാഹിദിനോട് ഖുർആനും സുന്നത്തും പഠിപ്പിക്കണം, മാത്രമല്ല ഇപ്പൊ അക്ഷരമാലയും പഠിപ്പിക്കണം. എന്താ ഇപ്പൊ കാട്ടുക? നമ്മൾ എന്തോ അള്ളാഹു ആലം, എനിക്കറിയില്ല. 1ാം ക്ലാസ്സിലെ KG കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഇൽമാപ്പ നമ്മൾ ഈ ഡോക്ടർക്ക് പഠിപ്പിക്കണത്. പറയട്ടെ, എന്താ അറബി, അറബി. ഇതിന് അയിന് പോകട്ടെ. ഇപ്പൊ എന്താ പറയാ? റബീന. റബ്ബ്. എങ്ങനെയുണ്ട്? അഹദിൽ അഹമ്മദിൽ നിന്ന് അയിന് പോയ അഹദാണ് ഞാൻ, അറബിയിൽ നിന്ന് അയിന് പോയ റബ്ബാണ് ഞാൻ എന്ന് മഹ്മൂദക്കാരൻ ഇതാ പച്ച നുണ പറഞ്ഞിരിക്കുന്നു. നോണെന്റെ കോലാപ്പത്. എങ്ങനെയുണ്ട് സഹോദരന്മാരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്ത് വിഡിത്താണ് ഇയാൾ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജാതി പടുവിഡിത്തം പറയാൻ നിൽക്കണ്ട. അതൊന്നും അല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് പഴയ മഹ്മൂദ് മാലയിൽ കാണാ മീമുറ്റേ അഹ്മദ് ഞാനെന്ന് ചൊന്നോവർ, മീമുള്ള അഹമ്മദാണ് ഞാൻ, അയിനുറ്റ അറബിയാണ് ഞാൻ, അയിനുള്ള അറബിയാണ് ഞാൻ. അതായത് അയിനുള്ള അറബി അറബി, പിന്നെയോ മീമുള്ള അഹമ്മദ് അഹമ്മദ്. ഇതാണ് സറന്ദീപ് മൗലിദിലുണ്ട് എന്നല്ലോ. അയാൾക്ക് സാധുവിനൊന്നും അറിഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞതല്ല സറന്ദീപ് മൗലിദിലുള്ളത്.
സറന്ദീപ് മൗലിദിൽ ഞാനീ പറഞ്ഞതാണുള്ളത്. നോക്ക് നിങ്ങൾ കണ്ടോ, സറന്ദീപ് മൗലിദിലെ ഗദ്യമായി പറയുന്നതിൽ കാണാം. അയാൾ പറയുന്നു, ഫലമ്മാറാദല്ലാഹു ഇൽഹാറ മാ ഫിൽ അയാനി സാബിതത്തി വ ഇംറാറഹ ഫിൽ ഖാരിജത്തി സാബിതത്തി ഔസലൽ മീമ ബിസ്മിഹി അൽ അഹദി. അല്ലാഹു തആല അഹദ് എന്ന പേരിനോട് കൂടെ മീമിനെ കൊടുത്തു. അങ്ങനെ ആ മീമ് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല അഹമ്മദ് എന്ന നാമകരണം ചെയ്തു റസൂലിനെ. ഇതാണ് അതിൽ പറഞ്ഞത്. സറന്ദീപ് മൗലിദിൽ പറഞ്ഞത് അതല്ലാണ്ടല്ല, അഹമ്മദിൽ നിന്ന് മീമ് പോയ അഹദാണ് ഞാൻ എന്നല്ല. അതിന് ഇയാൾക്ക് അറിയണ്ട എന്തായി പറഞ്ഞത്. അതിൽ പറഞ്ഞത് അതാണ്. എന്ത് അഹദ് എന്ന് പറയുന്ന അല്ലാഹു, അഹദ് എന്ന് പറയുന്ന അല്ലാഹു അതിൽ മീമാണ് കൊടുത്തു, അങ്ങനെ അഹമ്മദായി. അപ്പൊ അഹദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമം 3 അക്ഷരങ്ങൾ, അതിന് മീമ് കൊടുത്തു. മീമ് കൊടുക്കുമ്പോ പിന്നെ ആ മീമിന് 10 കൊടുത്തു, സുക്കൂനും കൊടുത്തു. അങ്ങനെയുള്ളത്, അങ്ങനെയാണ് അഹമ്മദ് എന്നായത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതാ മീമുള്ള കണ്ടോ. അയാള് നമുക്കെതിരെ തെളിവ് ഉദ്ധരിച്ച ഈ സറന്ദീപ് മൗലിദിൽ എങ്ങനെയുള്ളത് ഞങ്ങൾ പറഞ്ഞതിന് തെളിവാ. എന്താ? മീമുറ്റ അഹമ്മദാണ്. അതെ, മീമുള്ള അഹമ്മദാ. അഹദ് എന്നതിൽ മീമ് ആണ് കൊടുത്തു അള്ളാഹു തആല. അള്ളാഹുവിനുള്ള വിശേഷനാണ് അഹദ്, അതിൽ മീമ് കൊടുത്തു. അങ്ങനെ അള്ളാഹു അഹമ്മദ് എന്ന നാമകരണവും ചെയ്തു. ഇതാണ് സറന്ദീപ് മൗലിദിലുള്ളത്. ഇയാൾ നേരെ മറിച്ചായിട്ട് ഉൾട്ടായിട്ടാ മനസ്സിലാക്കിയത്. ഇയാൾ പറഞ്ഞ എന്താ? അഹമ്മദിൽ നിന്ന് മീമ് പോയ അഹദാണ് ഞാൻ. അങ്ങനല്ല, അത് ഇയാൾക്ക് തിരിയാത്തത് കൊണ്ടാണ്, ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് അതേക്കുറിച്ചും പറയുന്നു സഹോദരന്മാരെ. പിന്നെ മുഹ്യിദ്ദീൻ മാലയിൽ നിന്നൊരു വരി ആള് പറയും. ഓ, വല്ലാത്ത പരിഹാസം. എന്താ? എന്നോടേകൽ ഓടയവൻ തന്റേകൽ ആകുന്നു ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. കേട്ടോളൂ, ആള് പറയട്ടെ. കണ്ടില്ലേ? എന്നോടേകല്ലൂടയവൻ തന്റേകൽ ആകെന്ന് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. ഞാൻ പറയണതും അല്ല പറയണൊക്കെ ഒരുപോലെ തന്നെയാണ്. ആകുന്ന ഉണ്ടാകും, കുൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതുണ്ടാകും. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ കാര്യം ഇത്ര മാത്രമാണ്. ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുകയേ വേണ്ടുള്ളൂ, അപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ അല്ല ഉദ്ദേശിക്കണം, ഞാൻ ഉദ്ദേശിക്കണം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കലും. സഹോദരന്മാരെ, എന്താ അതിന്റെ യാഥാർത്ഥ്യം എന്നറിയോ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നിങ്ങൾ ഓർക്കണം, വിനയാന്വിതനായി അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയും അനുമതി ഇല്ലാതെ ഞാനൊന്നും പറയില്ല. അതാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. അപ്പോഴോ ഞാൻ വല്ലതും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എന്നോട് പറയാനുള്ള അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടാ ഞാൻ പറയുന്നത്. അപ്പൊ അള്ളാഹു അത് ഉണ്ടാക്കി തരും. ഇതിലെന്താണ് തകരാറുള്ളത്? അത് മുഹയ്യിദ്ദീൻ മാല തന്നെ ശരിക്കും നോക്കിയാൽ കാണാ. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തന്നെ പറയുന്നത് കാണാ. എന്നോടേകൽ ഓടയവൻ തന്റേകൽ ആകെന്ന് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. ഇത് മാത്രല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നു, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നോമേ എന്നാണ് നിന്നെ ഫാറയെന്നും കേട്ടോവർ. ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി പറയാണ്, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. അള്ളാഹുവിൽ നിന്ന് അനുമതി കിട്ടാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അള്ളാഹു എന്നോട് എനിക്ക് സമ്മതം തരുമ്പോ മാത്രമേ ഞാൻ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ? ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി നീ എന്റെ ആമാനിൽ അതെന്നോവർ. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയാ, ഞാൻ ഒന്നും പറയില്ല. ഞാൻ വല്ലതും പറയണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവണം. എന്ത്? ചൊല്ലി നീ എന്റെ അമാനിൽ അതെന്നോവർ. ചൊല്ലിക്കോളൂ റിഫായി ഷെയ്ഖ് എന്ന് ഞാൻ അള്ളാഹു നിർദ്ദേശിക്കുമ്പോഴല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മുഹയ്യിദ്ദീൻ മാലയിൽ തന്നെ കാണാം. മുഹയ്യിദ്ദീൻ മാലയിൽ മാത്രമല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഗ്രന്ഥമാണ് ഫുതൂഹുൽ ഗൈബ്. അവർ ചൊന്ന ബൈത്തുന്നും ബഹുജാ കിതാബുന്നും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ എന്ന് പറഞ്ഞ അവർ ചൊന്ന ബൈത്ത് എന്ന് പറയുന്ന മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ ബൈത്തുകളാണിത്. അതിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയുന്നത് നോക്ക് നിങ്ങൾ,
വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖറൻ വഇന്നമാ അതല്ലിദിനു ഹത്താ തഅലി ഫൂന മറാതിബി. ഞാൻ ഒരു കാര്യവും സംസാരിക്കൂല. ഞാൻ ഈ പറയുന്നതൊക്കെ പൊങ്ങച്ചം കൊണ്ട് പറയുകയല്ല. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ മുഹ്യിദ്ദീൻ മാലയിലുണ്ട്. വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖറൻ, ഇത് പൊങ്ങച്ചം കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. പിന്നെയോ വഇന്നമാ അതൽ ഇദ്നു ഹത്താ തഅരിഫൂന മറാതിബി, എന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൽ നിന്ന് കിട്ടിയ അനുമതി പ്രകാരമാണ് ഞാൻ പറയുന്നത്. ആരാ പറയുന്നത്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവരുടെ സ്വന്തം കിതാബാണിത്. ആ ഗ്രന്ഥത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, അപ്പൊ അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന അനുമതി പ്രകാരം ഗൗസുൽ ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, ആ നിർദ്ദേശം അനുസരിച്ച് കുൻ എന്ന് പറയുമ്പോ അതനുസരിച്ച് സംഗതി ഉണ്ടാകും. നീ ദാബ് എന്ന് പറയുമ്പോൾ അതുണ്ടാകും. അതിൽ എന്താ തകരാറ്? ഒരു തകരാറുമില്ല. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം, ഔലിയാക്കളും മഹാത്മാക്കൾക്ക് അങ്ങനെ ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിളിർ വലിയുള്ളാഹിയുടെ, ഖിളിർ നബിയാണെന്നും വലിയാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഏതാവട്ടെ, ഖിളിർ നബിയുടെ അരികിലേക്ക്, ഖിളിർ വലിയുള്ളാഹിയുടെ അരികിലേക്ക്, രണ്ടായാലും ശരി, അവരുടെ അരികിൽ ചെന്നല്ലോ. ഖിളിർ വലിയാണ് എന്ന അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ സംഭവം ഒരുപാട് കാര്യങ്ങൾ അവർ തമ്മിൽ ചെയ്തപ്പോ അതിന് മറുപടി പറയുകയാണ്. ചോദ്യം ചെയ്തു ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ ഖളിർ പറഞ്ഞത് എന്താണ്? അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? വമാ ഫഅൽതുഹു അൻ അംദി. മൂസ, ഞാൻ ഈ ചെയ്തതൊക്കെ എന്റെ സ്വന്തം താല്പര്യപ്രകാരം ചെയ്തതല്ല, പിന്നെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അനുമതി പ്രകാരം ചെയ്തതാണ്. മഹാത്മാക്കൾക്ക് അങ്ങനെ കിട്ടും. മഹാത്മാക്കൾക്ക് അള്ളാഹു അങ്ങനെ സന്ദേശം കൊടുക്കും. അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നവരാണ് മഹാത്മാക്കൾ. പ്രവാചകന്മാർക്കല്ലേ വഹി വരികയുള്ളൂ, അല്ലാത്ത ഔലിയാക്കൾക്ക് വഹി വരുമോ എന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതിനെതിരാണത്. അള്ളാന്റെ ഖുർആൻ പറയുന്നത് എന്താ? വഇദ് ഖാലത്തിൽ മലായികത്തു, മഹദിയായ മറിയം ബീവി നബിയല്ലല്ലോ, നബിച്ചിയല്ലല്ലോ, വലിയത്താണ്. അവരുടെ അരികിൽ മലക്കുകൾ വന്നുകൊണ്ട് പറയുന്നു, യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയമോ, നിന്നെ അല്ലാഹു എല്ലാവരെക്കാളും സംശുദ്ധമാക്കിയിരിക്കുന്നു, ലോകരെക്കാളൊക്കെ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മലക്കുകൾ വന്നു പറഞ്ഞു. മറിയം ബീബി നബിയത്തല്ലല്ലോ, അല്ലേ, പ്രവാചകയല്ല, വലിയത്താണ്. വലിയായ ആളുകളുടെ അരികിൽ അങ്ങനെ വരും. നോക്കൂ നിങ്ങൾ, വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് നബിയല്ലല്ലോ, നബിച്ചിയല്ലല്ലോ, അവരിലേക്ക് അള്ളാഹു പറയുന്നു, നാം സന്ദേശം നൽകി. അള്ളാന്റെ സന്ദേശം അവർക്കൊക്കെ വരും. എന്തിന്? വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, ഖുർആൻ പറഞ്ഞില്ലേ, തേനീച്ചയിലേക്ക് വരെ അള്ളാഹു സന്ദേശം നൽകി. അങ്ങനെ സന്ദേശം നൽകണ അള്ളാഹ്ക്ക് പിന്നെന്താ? മുഹയ്യദ്ദീൻ ശൈഖാവുന്ന തന്റെ ഇഷ്ടദാസന് ഈ സന്ദേശം കൊടുക്കാൻ ഒരു പ്രയാസമില്ല. അപ്പൊ അതനുസരിച്ച് അള്ളാഹു കൽപ്പിച്ചുകൾ ചെയ്തോളൂ, പറഞ്ഞോളൂ. അതനുസരിച്ച് പറഞ്ഞു. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, എന്നോട് ചൊല്ലൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വല്ലതും പറയുന്നത് എന്ന് ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു. നോക്കൂ നിങ്ങൾ, അവരുടെ ഫുതുഹാത്തിൽ തന്നെ പറഞ്ഞു, വഅംരി ബി അംദില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബി അംദില്ലാഹി ഹുക്മി വഖുദ്റതി. എന്റെ കൽപ്പന മുഴുവനും അള്ളാന്റെ കൽപ്പന കൊണ്ടാണ്. ഞാൻ ഒരാളോട് കുൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അതെങ്ങനെയാണ്? കുല്ലുൻ ബി അംരില്ലാ, അതൊക്കെ അള്ളാന്റെ കൽപ്പന പ്രകാരം നടക്കുന്നതാണ്. ഹുക്മി വ ഖുദ്റതി, എന്റെ കഴിവും എന്റെ വിധിയുമൊക്കെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാകുന്നു. അതൊക്കെ ഗൗസുൽ ആദം ശൈഖ് ജീലാനി പറഞ്ഞിട്ടുണ്ട്. പ്രമാണപരമായി ചിന്തിച്ചാൽ അതിനൊരു കുഴപ്പമില്ല. ഖുദ്സിയായ ഹദീസിൽ നമുക്കറിയില്ലേ, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ എന്നിലേക്ക് അടുക്കും ഇബാദത്തുകളെ കൊണ്ട്, സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട്, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഫൈദാ അഹബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാലോ, കുന്തു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, വയദഹു അല്ലദീ യബ്തശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, വരിജലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഹദീസിലുള്ളതല്ലേ? ഇമാം തൊബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വലിസാനഹു അല്ലദീ യന്തിഖു ബിഹി, അവൻ സംസാരിക്കുന്ന നാവും ഞാനാകും. അപ്പോഴോ അവൻ ഞാനാകുന്നു പറഞ്ഞ അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് നടക്കുക. അതായത് അള്ളാഹു വലിയ പറയുന്നതിനനുസരിച്ച് അള്ളാഹു അത് എളുപ്പാക്കി കൊടുക്കും. അതാണ് എന്നുടെ ഏകൽ ഉടയവൻ തന്റേകൽ ആകും ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ.
സഹോദരന്മാരെ, അപ്പൊ ആ വരിയിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇയാള് പറയുന്ന ഒരു വരി അതുകൂടി ഞാൻ കേൾപ്പിക്കുന്നു. അധികം ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ. മൂപ്പര് ഭൂമിയിൽ അങ്ങോട്ട് കയ്യിലെടുത്തു. ഏതോ ഒരു കയ്യിൽ ചായക്കുണ്ട പിടിക്കണേ, ഒരു കയ്യിലുണ്ട് ഒരു കയ്യിൽ ചായ, ഒരു ഭൂമി എടുത്തു. എന്നിട്ടോ അപ്പൊ മൂപ്പര് ഭൂമിയിലല്ലേ, ഭൂമിയിലുണ്ടാലും ഭൂമി എടുക്കുക. അപ്പൊ മൂപ്പര് എവിടെയായിരിക്കും ചവിട്ടിയിട്ടുണ്ടാവുക? എന്നിട്ട് ഒരു ചുമട് നടന്നു എന്നാ, അപ്പൊ പാതാളത്തിലാവും. നോക്കണങ്ങള് എന്താണ് ഇപ്പൊ ഇതിൽ പാതാളത്തിലാകുന്ന പറഞ്ഞു. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമടെന്നോവർ. മൊഹീദ്ദീൻമാലയിലെ വരിയതാ. ഈ വരിയാണ് അയാൾ പറഞ്ഞത് ഭൂമി ചായന്റെ ഉണ്ട പിടിക്കും പോലെയാണ്. എന്താ സഹോദരന്മാരെ, ഇത് പറയുന്ന മൗലവിമാർ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് പറയുന്ന മൗലവിമാരാണ്. ഇത് പറഞ്ഞ് സുന്നികളെ മുശ്രിക്കും കാഫിറും കഥയില്ലാത്തവരുമായി ചിത്രീകരിക്കുന്ന മൗലവിമാരാണ് നേരത്തെ എന്തു പറഞ്ഞത്? സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങിനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗലോകം ഒന്നാകെ ഉമർ മൗലവിന്റെ കയ്യിലായിരുന്നു എന്നാ പറഞ്ഞു. ഇതെങ്ങനെ? അതുപോലെ തന്നെ എങ്ങനെ വെച്ചോളി, വിഷയം തീർന്നല്ലോ. ഇത് നിങ്ങൾ എന്താ മറുപടി? വിഷയം തീർന്നു. സഹോദരന്മാരെ, തശ്ബീഹ് അറിയണ്ടേ, കിനായത്ത് അറിയണ്ടേ? ഇതൊന്നും അറിയാതെ ആലങ്കാരിക പദപ്രയോഗം അറിയാത്ത ഈ സാധു പറയാ ചായക്ക് ഉണ്ട പിടിക്കണ മാതിരിയാണ്. ഇതൊരു ഡോക്ടറുള്ള ഇയാൾ എന്ത് ഡോക്ടറാന്നാവോ പടച്ചോനെ? ഏതോ ആവട്ടെ, അത് ഇയാൾക്ക് സഹോദരന്മാരെ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താ അറിയാ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനിയുടെ ഫുതൂഹുൽ ഖൈബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം. في حال خطبتي أقلبها في راحتياك كورتي. എന്താ പറയുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ഉണ്ട പോലെയാണ് ഭൂമി എൻ കയ്യിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭൂമിനൊക്കെ പാടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ല. പടച്ചോനെ, ഇപ്പത്തെ കാലത്ത് ഇതൊന്നും പറയേണ്ടതേ ഇല്ല. നിങ്ങൾക്കറിയോ, ഭൂമിയുടെ ദൈർഘ്യം തന്നെ 24,000 മൈലാണ്. ഞാൻ വായിച്ച പുസ്തകം ശരിയാണെങ്കിൽ അതിലുള്ളത് അങ്ങനെയാണ്. 24,000 മൈലാണ് ഭൂമികളുടെ ആകെയുള്ള ദൈർഘ്യം. ആധുനിക നിരീക്ഷണ പേടകങ്ങൾക്കും വാഹനങ്ങൾക്കുമായി ഇവർ കണ്ടുപിടിച്ച ഇന്നത്തെ ഏറ്റവും അത്യാധുനിക വാഹനങ്ങൾ എത്രയാണെന്ന് നിങ്ങൾ ഒരു മിനിറ്റിൽ 35,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. ഒരു മിനിറ്റിൽ 35,000 കിലോമീറ്റർ. ഭൂമിന്റെ ആകെ വിസ്താരം എത്ര, ദൈർഘ്യം എത്ര പറഞ്ഞത് അറിയോ? പോവുകയാണെങ്കിൽ 24,000 മൈലാണ്. ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഈ ആധുനിക പേടകങ്ങൾക്കും നിരീക്ഷണ പേടകങ്ങൾക്കും വാഹനങ്ങൾക്കും എത്ര? 35,000 കിലോമീറ്റർ വേഗത. അപ്പൊ ഭൂമിയുടെ ആകെയുള്ള വലിപ്പത്തേക്കാൾ ഒരു മിനിറ്റിലെ നമുക്ക് ഒരു മിനിറ്റിൽ 35,000 കിലോമീറ്റർ പോകാൻ പറ്റുന്ന വാഹനം കണ്ടുപിടിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ വിവരദോഷി ഇത് പറയുന്നത്. നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ വൈദ്യുതി, നമ്മൾ ഈ കറന്റ് ഉണ്ടല്ലോ, അത് ഒരു സെക്കൻഡിൽ എത്രയാണ്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1,86,300 മൈലാണ് ഒരു സെക്കൻഡില്. എന്ന് പറയുമ്പോഴേക്ക് അത്രയും വിദൂരതയിൽ സഞ്ചരിക്കാൻ ഒരു പ്രകാശത്തിന് വൈദ്യുതിക്ക് കഴിയുമെന്ന് ശാസ്ത്രം പറയുന്നു. പടച്ചോനെ, ഈ വൈദ്യുതി അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച നമ്മൾ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ അവരാരാ? മുഹയ്യിദ്ദീൻ ശൈഖ് ആരാ? മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ജീവിതം എന്താ? അല്ലാഹുവിന് തഖ്വയിലായി, ഇബാദത്തിലായി. നിങ്ങൾക്കറിയില്ലേ, നിലവേറും ഈശ തൊഴുതോരുവാലെ 40 ഇറ്റാണ്ടോളം സുബ്ഹി തൊഴുതോവർ. ഇശാ നിസ്കരിച്ച ഉദു കൊണ്ട് ഗൗസുൽ ആലം ശൈഖ് ജീലാനി സുബ്ഹി നിസ്കരിക്കുന്നു. അതെങ്ങനെ? മഗ്രിബിയായ വേഗം കടന്നുറങ്ങുക, എന്നിട്ട് നേരെ 4 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് വേഗം ഒരു ഉദു ഉണ്ടാക്കുക, വേഗം ഇശയ്ക്ക് ഇരിക്കുക, അപ്പോഴേക്ക് ഈ സുബ്ഹി ഭാഗം കൊടുക്കും, ഉടനെ തന്നെ സുബ്ഹി നിസ്കരിക്കുക. അങ്ങനെയല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ സമയമാകുമ്പോ ഇശ നിസ്കരിക്കുന്നു. പിന്നെ സുന്നത്തായ ഇബാദത്തുകൾ തന്നെ, രാത്രി ഉറക്കമില്ലാതെ ഇബാദത്തുകൾ. ആ ഇശാ നിസ്കരിച്ച ഉളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. ഇശാ നിസ്കരിച്ച് ഇബാദത്ത് സുന്നത്ത് എടുത്തെടുത്ത് സുബ്ഹിയാകുന്നത് അറിയുന്നില്ല. ഇത് എത്ര ദിവസം? ഒരു ദിവസമല്ല. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം 27 രാവിനല്ല, അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ മാത്രമല്ല, പിന്നെയോ 40 ഇറ്റാണ്ടോളം സുബ്ഹി തൊഴുതോവർ. 40 കൊല്ലം ഇപ്രകാരം ഇബാദത്തെടുത്ത മഹാനാണ് ഗൗസുൽ ആലം ശൈഖ് ജീലാനി. ആ ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഉള്ളതിലേറെ കഴിവ് അള്ളാഹു കൊടുക്കുന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും മുജാഹിദുകൾക്ക് ഒരു വിമ്മിട്ടം.
അത് നേരത്തെ റസൂലുള്ളാഹിന്റെ ഇൽമിനെ പറ്റി പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ ആ ഹൃദയത്തിന്റെ വിശാലത കുറവുകൊണ്ടാണ്. സഹോദരന്മാരെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവാണത്. എന്തിനാ അതിനൊക്കെ തെളിവ് വേണം? നോക്കിങ്ങൾ, ഈ മൊബൈലുള്ള കാലഘട്ടത്തിൽ നോക്കിങ്ങൾ, ഞാൻ വിളിക്കുകയാണ്, എവിടേക്ക് ഞാൻ വിളിക്കുകയാണ്, അമേരിക്കയിലേക്ക് നമ്പർ വിളിക്കുകയാണ്. അപ്പോഴോ ഭൂമി ഒരുണ്ട പോലൻ കയ്യിലെന്നോവർ, അതാ അതിന്റെ അർത്ഥം. ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തും ഒരു ഉണ്ട കയ്യിൽ വെച്ച് എവിടൊക്കെ നോക്കാനും പിടിക്കാനും കഴിയോ അതുപോലെ എനിക്ക് കഴിയും ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയാൻ. ഇതാ കൗസുല്ലാദം പറയണത്. ഇത് അള്ളാഹു അവർക്ക് നൽകിയ കഴിവ് കൊണ്ടാണ്. സഹോദരന്മാരെ, ഇന്നിപ്പോ നമുക്ക് മൊബൈല്, ആ മൊബൈൽ കൊണ്ട് തന്നെ ഒരുപാട് ലോകം ഒന്നാകെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, ഈ കാലത്ത് ഇന്റർനെറ്റും ഈ മൊബൈലും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഈ ജാതി വിഡ്ഢിത്തം പറഞ്ഞ് നടക്കലെന്നെ സഫാത്ത ജഹാലത്തിന്റെ കഥയില്ലായ്മ കൊണ്ടാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല, വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരു കഥയില്ല. ഓലൊക്കെ പഴയ ഷീട്ട്, ആഫീസിൽ നിന്ന് കൊടുക്കുന്ന ഷീട്ട്, അതാ ഞാൻ നേരത്തെ കാണിച്ച സെയ്ദ് മൗലവി പുറത്തിറക്കിയ പുസ്തകല്ലേ, ആ ജാതി പുസ്തകങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിങ്ങനെ ഷീട്ടാക്കി വരിക. അപ്പൊ ഇത് ആദ്യം കേൾക്കുന്ന ആളുകൾക്ക് ഇത് വലിയ സംഗതിയായിരിക്കും. ഓ, ഇത് തൗഹീദ് തന്നെയാണ്. ഈ നവമുജാഹിദുകൾക്ക് ഇത് തന്നെയാണ് തൗഹീദ്. ആ സാധുക്കൾ അതിൽ അമർത്തി വിശ്വസിച്ച് ഇടക്ക് താടി മുന്നിങ്ങനെ പിടിച്ചു വലിക്കും ചെയ്തു. ഇതാണ് ഇതിന്റെ കുഴപ്പത്തിന്റെ യാഥാർത്ഥ്യം തിരിയില്ല. പിന്നെ ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ, ഭൂമിയിൽ എനിക്ക് ഒരു ചുമട് നടക്കുന്ന അത്ര ദൂരത്തിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. സഹോദരന്മാരായിരുന്നു, ഒരു അജബുല്ല. ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്താണത്. അതിനൊരു പ്രതിസന്ധി നിങ്ങൾക്കറിയില്ല. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതി നോക്ക് നിങ്ങൾ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം എടുത്ത് പരിശോധിച്ചാൽ ബിൽഖീസ് രാജ്ഞിയുടെ ആ സിംഹാസനം അല്ലേ, നമുക്കറിയില്ലേ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം മൈലുകൾ, ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള സിംഹാസനാണ്. സുലൈമാൻ നബി പറയുന്നു, ബിൽഖീസും സംഘം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് നമ്മളെ കാണാൻ. അതിനു മുമ്പ് ആ സിംഹാസനം ഇവിടെ ആരെത്തിക്കും? അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ബിൽഖീസിന്റെ ആ സിംഹാസനം ഇവിടെ എത്തിക്കാൻ കഴിയുന്നവരാരുണ്ട്? ഓരോരുത്തരും പറഞ്ഞു, ഉച്ചയാകുമ്പോൾ എത്തിക്ക. വേറെ ചില ആൾക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് എത്തിക്ക. അതൊന്നും സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല. അപ്പൊ സുലൈമാൻ നബി പറയുന്നത് എന്താ? അതിലും ധൃതിയിൽ വേണം. ആ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. ആ സന്ദർഭത്തിൽ കിതാബിനെ കുറിച്ച് വിവരമുള്ള ഇൽമുള്ള ഒരാള് പറഞ്ഞു. ആരാണത്? മുഫസ്സിറുകളിൽ സിംഹഭാഗവും പറയുന്നു അത് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന മഹാനായ വലിയായിരുന്നു. ആ വലിയായ മനുഷ്യൻ പറയുകയാണ്, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, ഞാൻ അതിനെ കൊണ്ടുവരാം. സുലൈമാൻ നബിയോട് പറയുന്നു, ഞാൻ കൊണ്ടുവരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, നിങ്ങളെ കണ്ണ് വെട്ടി വീഴ്ക്കുന്നതിന്റെ ഒരു സെക്കൻഡ്, കണ്ണൊന്നും അങ്ങനെ ചെട്ടി വീഴ്ക്കുന്നതിന് മുമ്പ് എത്ര മൈലുകൾ അകലെയുള്ള സിംഹാസനം കൊണ്ടുവരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇയാളെ പോലത്തെ ആള് ചോദിച്ചു, അതെങ്ങനെ നടക്കുക? കഥ വേണ്ടേ സഹോദരന്മാരെ? മൈലുകൾ, കാതങ്ങൾ അകലെയുള്ള സിംഹാസനം കണ്ണ് വെട്ടി മീക്കുന്നതിന് മുമ്പ് കൊണ്ടുവരിക എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എന്നാ കഴിയുന്നില്ലെങ്കിൽ അതിനാ കറാമത്ത് എന്ന് പറയാ. അതാണ് മുഹ്യിദ്ദീൻ ശിഹാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കൊണ്ടുവന്നു. ഖുർആൻ തന്നെ പറയുന്നു, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, ആ കട്ടിലതാ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് ആര്? ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്നവർ ഒരു സെക്കൻഡ് കൊണ്ടതാ മൈലുകൾ അകലെയുള്ള സിംഹാസനം, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. പറയൂ നിങ്ങൾ, ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇത് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡിലേറെ ഒരു ചുവട് എന്നവരല്ലേ മുഹദ്ദിസ് പറഞ്ഞ. അപ്പൊ അതിലേറെ കൂടുതലുണ്ടല്ലോ. അപ്പൊ അതിലൊന്നും ഒരു അജബ് വേണ്ട. അതൊക്കെ മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്താണ്. കറാമത്തുകളും മുഅ്ജിസത്തുകളും അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നതാണ്. അത് വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും നിങ്ങളുടെ മനസ്സിന് വിശാലതയില്ല എന്നതാണ് സഹോദരന്മാരെ ഇവിടെയുള്ള ഏക പ്രശ്നം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരുടെ മഹത്വങ്ങൾ, അവരുടെ കീർത്തനങ്ങൾ, സുന്നികൾ അംഗീകരിക്കുന്ന മൗലിദുകൾ ഏതുണ്ടോ, മാലകളുണ്ടോ, അതൊക്കെ 100% സത്യമാണ്. കളവാക്കാൻ, ദുർവ്യാഖ്യാനത്തിന്റെ മുമ്പിൽ പിടിച്ചു കെട്ടാൻ
കഴിയുകയില്ല എന്ന കാര്യം സഹോദരന്മാരെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും മഹാത്മാക്കളെ കുറിച്ചും ഇത്ര മോശമായി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന, പറയുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. എന്റെ സമുദായത്തിൽ കുറെ ആളുകൾ വരും. എന്താണ് അവരുടെ പ്രത്യേകത? ദജ്ജാലൂന കദ്ദാബൂന. അവർ സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നവരാണ്. കദ്ദാബൂന, അങ്ങേയറ്റം കളവ് പറയുന്നവരാണ്. അവർ നുണ പറയുന്നവരാണ്, വല്ലാതെ കളവ് പറയുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവരെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? യൗതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ പൂർവീകരും കേട്ടിട്ടില്ലാത്ത പുതിയ വാദങ്ങളാണ് അവർ കൊണ്ടുവരിക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്കും നിങ്ങളെ പൂർവീകർക്കും പരിചയമില്ലാത്ത വാദങ്ങളായിരിക്കും അവർ കൊണ്ടുവരിക. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. അവരുടെ കെണിവലയിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവരുടെ ഷർറുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവരുടെ പാർട്ടിയിൽ നിങ്ങൾ പെട്ടുപോകരുത്, അവരുടെ ഫിത്നയിൽ നിങ്ങൾ അകപ്പെടരുത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കുകയും അടിയുറച്ച് വിശ്വസിക്കുകയും അതനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കുകയും ചെയ്യാനും നിങ്ങളെല്ലാവരും തയ്യാറാവണമേ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.